ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നബീലായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. കഴിഞ്ഞൊരു 10-17 വർഷമായിട്ട് 1500 സ്റ്റേജുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്, 10-25 രാജ്യങ്ങളിലായിട്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ നാട്ടിൽ ഞാനൊരു സ്റ്റേജിൽ കയറുന്നത്, മലപ്പുറത്ത്. താങ്ക് യു BNI, താങ്ക് യു മലപ്പുറം. നിങ്ങളെ എനിക്കറിയില്ല, നിങ്ങളുടെ എന്തായാലും പറയുക ഏത് സ്റ്റേജ് ഓഫ് ബിസിനസ്സിലാണ് നിങ്ങളുള്ളത് എന്ന് അറിയില്ല. ആരെങ്കിലും IPO അടിച്ച ഏതെങ്കിലും കമ്പനിയോടെ ഉണ്ടോ? ആരുമില്ല. അതായത് ലുലു ഇപ്പോൾ റീസെൻ്റ്ലി ലുലുവിൻ്റെ 30% IPOയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നിയർലി 15,000 crores-നാണ്. ടോട്ടൽ വാല്യൂഷൻ അറൗണ്ട് ഒരു 50,000 crores വാല്യൂഷൻ ഇട്ടിട്ട്. നമ്പർ കേട്ടോ? The total valuation is 50,000 crores and 30% was sold for 15,000 crores in the pocket. അതല്ലെങ്കിൽ ഇപ്പം V-Guard ലിസ്റ്റ് ചെയ്തു. അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അവിടെ? അത് പോട്ടെ. ഇപ്പോൾ ID മുസ്തഫ അവരുടെ കമ്പനി ഗ്രോ ചെയ്യുന്ന ഒരു ഫേസിൽ അസീം പ്രേംജിയുടെ ഒരു VC ഫണ്ടിങ്ങോട് കൂടിയാണല്ലോ ഗ്രോ ചെയ്തത്. അല്ലെങ്കിൽ ഇൻ്റർവെൽ, ഞങ്ങളുടെ നാട്ടിൽ പത്തനാപുരത്ത് അരീക്കോടുള്ള സ്ഥാപനമാണ് ഇൻ്റർവെൽ. അങ്ങനെ ഒരു വെഞ്ചർ ക്യാപിറ്റലോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റോ ഫണ്ടിങ് ഒരു 100 കോടിയെങ്കിലും റൈസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ അവിടെ? ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. അതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്ലാൻ. ഓക്കെ, 2030 എൻ്റെ കമ്പനി ഫസ്റ്റ് ഫേസ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിലേക്ക് എൻ്റെ കമ്പനി പോകും എന്നാഗ്രഹിക്കുന്നവരല്ല, എഴുതി വെച്ചവരാരെങ്കിലും ഉണ്ടോ അവിടെ? ഒന്ന് പരിചയപ്പെടുത്തും പ്ലീസ്. മൈക്ക് കൊടുക്കോ? മൈക്കുണ്ടോ? വേറെ മൈക്ക് പ്ലീസ്. അല്ല, എഴുതി വെച്ചതാണല്ലോ. നിങ്ങൾ എന്താണ് കമ്പനി, എന്താണ് ബിസിനസ് മോഡൽ, കറണ്ട് റവന്യൂ, ഫ്യൂച്ചർ പ്ലാൻ ഒന്ന് വിശദീകരിക്കും പ്ലീസ്. പേര് സൂപ്പറാണ്, ഖലീൽ ജിബ്രാൻ. കാറ്റഗറി MEP കൺസൾട്ടന്റ് ആണ്. എനിക്ക് BNI തന്നെ ഉണ്ടായ ഒരു കൊളാബറേഷൻ ബിസിനസ് ഉണ്ട്, ട്രിച്ച് എന്ന് പറഞ്ഞ മെൻസ് അപ്പാരൽ കസ്റ്റം ക്ലോത്തിങ് ബ്രാൻഡ്. റീറ്റെയിലാ? റീറ്റെയിൽ. എത്ര ഔട്ട്ലെറ്റ്സ് ഉണ്ട്? 8 എന്താ ബ്രാൻഡിന്റെ പേര്? ട്രിച്ച്. നിങ്ങൾക്കൊക്കെ അറിയോ? എവിടെയുള്ള? പെരിന്തൽമണ്ണ, മലപ്പുറം, കോട്ടക്കൽ, കൊണ്ടോട്ടി ഓപ്പണിംഗ് ആണ്. ഇത് മഞ്ചേരി, കോഴിക്കോട്. ഒരു ടൗട്ടത്തിലാണ്. ഓക്കെ. വിഷൻ 2030 ആവുമ്പോഴേക്കും 150 ഔട്ട്ലെറ്റ്സ്. എവിടെയൊക്കെ? അക്രോസ് സൗത്ത് ഇന്ത്യ. എത്ര ക്രോർസ് ഇതുണ്ടാവും, ടേൺ ഓവർ ഉണ്ടാവും ആ സമയത്ത്? ഓൾമോസ്റ്റ് ഒരു 250 crores ടേൺ ഓവർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എത്ര വാല്യുവേറ്റ് ചെയ്യാം? വാല്യുവേഷനിൽ എത്ര പിടിക്കാം? കമ്പനിയുടെ വാല്യുവേഷൻ 750 മിനിമം 750 പിടിക്കാം, അല്ലെങ്കിൽ 1000 പിടിക്കാം. നല്ല GPO NPO ഒക്കെ ഉണ്ടെങ്കിൽ 1000 പിടിക്കാം. നടക്കും? ഉറപ്പാ? എത്ര വയസ്സായി? 35. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളിൽ ഇങ്ങനെ ഒരു വിഷനുള്ള ഒരാൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. നല്ലൊരു കൈയടി. He is on right track. ഒരു ബിസിനസ്സുകാരൻ ആക്ച്വലി 15 വർഷം വർക്ക് ചെയ്യാവും. അതിനുശേഷം അയാൾക്ക് പിന്നെ അയാളുടെ ലൈഫ് ആസ്വദിക്കാനും സമൂഹത്തിന് സെർവ് ചെയ്യാനുള്ള സമയമാണ്. പക്ഷേ നമ്മളിപ്പം പുരാതനത്തിന് DP ഇമർഷൻ ആവട്ടെ, അതല്ലെങ്കിൽ ചൈനയിലെ ക്യാൻഡൻ ഫെയർ, ഇപ്പോൾ ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ, ലാസ്റ്റ് ഇയർ ചൈന ക്യാൻഡൻ ഫെയർ ഞങ്ങൾ ഏകദേശം 100ഓളം കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മിക്കവാറും ആളുകൾ മറ്റൊരാളുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് അവന് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രാഞ്ചൈസി അതല്ലെങ്കിൽ അതിൻ്റെ മറ്റേത് വെക്കുമല്ലോ, എന്തെടുക്കുക നമ്മൾ ആനുവൽ ഓരോ കൺട്രിയുടെ ഫ്രാഞ്ചൈസി അല്ല, മറ്റേ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്, അത് എടുത്തിട്ട് സോൾ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുത്തിട്ട് അയാളുടെ ബ്രാൻഡ് ഇയാൾ വിൽക്കുകയാണ്. എത്ര വർഷമായിട്ട്? 10, 15, 20, 30 വർഷമൊക്കെയായിട്ട് മറ്റൊരാളുടെ ബ്രാൻഡ് വിൽക്കുന്ന ആളുകൾ. അങ്ങനത്തെവരായിരുന്നു ഒരു മിക്കവാറും 100ൽ 80 പേരും. ഈ ആള് 30 വർഷം വിറ്റു. അയാൾ എന്താവുക ഭാവിയിൽ? വാട്ട് ഹി വിൽ ബിക്കം? അയാൾ മരിക്കുമ്പോൾ ആര് മരിച്ചു എന്നാ പറയാ? നമ്മളൊക്കെ മരിക്കുമല്ലോ, ഞാനും നിങ്ങളൊക്കെ മരിക്കുമല്ലോ. ആരെ മയ്യത്തെടുക്കണമെന്നാ പറയാ?
യൂസുഫ് അലിക്ക മരിച്ചാൽ നമുക്ക് പറയാം ലുലുവിൻ്റെ യൂസുഫ് അലിക്ക മരിച്ചു എന്ന് പറഞ്ഞൂടെ? എക്സ്പാൻഷൻ്റെ ഓണർ പേരെന്താ? നിങ്ങൾ എക്സ്പാൻഷൻ മോഡൽ നല്ല മോഡലാട്ടെ, എക്സ്പാൻഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള സാധനമാണല്ലോ മറ്റേ കിഡോണക്സ്, വളർന്നു വരുന്ന ബ്രാൻഡ് കിഡോണക്സ്. നിങ്ങളോട്ട് ചെയ്തോ? കിഡോണക്സ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് വളർന്നു വരുന്ന ബ്രാൻഡാണ്. അജ്ഫാൻ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വളർന്നു വരുന്ന ബ്രാൻഡാണ്. നല്ല ബ്രാൻഡുകളാണ്. അപ്പോൾ അവൾക്കൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ മകളെ കല്യാണം ഉണ്ട്, മോൻ്റെ കല്യാണം ഉണ്ട്. ആരെ മോനാ, ആരെ മോളാ, ഒരു അഡ്രസ്സ് വേണ്ടേ? അപ്പോൾ ഇവർക്കൊന്നും ബേസിക്കലി അഡ്രസ്സേ ഇല്ല. വേറെ ആരുടെയോ ബ്രാൻഡ് എടുത്ത് അതാർക്കോ വേണ്ടി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് മലയാളികൾ. എന്നിട്ട് അവർ അത് 24/7 ആണ് കേട്ടോ. നമ്മളെ വിളിക്കുന്നത് എന്താണ്? ബിസിനസ്മാൻ. നമ്മളെ വിളിക്കൽ ബിസിനസ്മാൻ. വി ആർ നോട്ട് എ ബിസിനസ്മാൻ. വി ആർ സാലറി ഇല്ലാതെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ജീവിതം മുഴുവൻ അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആക്ച്വലി ബിസിനസ് എന്താണെന്ന് വിവരമില്ലാത്ത കുറേ ആളുകളാണ്. അത് നോർത്ത് ഇന്ത്യക്കാരെ കണ്ടുപഠിക്കണം. നമ്മൾ നോർത്ത് ഇന്ത്യക്കാരെ അതിന് മിടുക്കന്മാരാണ്. ഏത് ബ്രാൻഡ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ അടുത്തൊരു വിഷൻ ബോർഡ് ഉണ്ടാവും. അടുത്ത 10 വർഷത്തേക്കുള്ള റിട്ടേൺ വിഷൻ ബോർഡുള്ള ആളുകളൊന്ന് കൈപ്പൊക്കെ ഒന്ന് പറയോ? മൈക്ക് കൊടുക്കോ? അടുത്ത 10 വർഷത്തേക്കുള്ള റിട്ടേൺ വിഷൻ ബോർഡ് വിത്ത് കംപ്ലീറ്റ് സ്ട്രാറ്റജിക് ബുക്ക് ഇൻ യുവർ ഹാൻഡ്. ഞാൻ 10 വർഷം കഴിഞ്ഞാൽ എവിടെ എത്തും? മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പേര് പറയും. ബ്രിജിൻ. പറയോ, എവിടെയാ? നാട്ടിലെ ഇൻഫ്രാ ടെക്നോളജി പാർക്കിലാണ് കമ്പനി. 35ലേക്കുള്ള ഒരു വിഷൻ ബോർഡ് എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ പരിപാടി? CK ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അണ്ടറിൽ ഞാൻ ചെയ്യുന്നത് മെയിനായിട്ട് ആനിമേഷനും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അപ്പൊ അതിന്റെ അണ്ടറിൽ CK ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അണ്ടറിൽ ഞാൻ 3 LLP ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് കമ്പനീസ്. വൺ ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോക്കസിംഗ് ഓൺ AI റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. GCC പോലുള്ള ഏരിയയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ 2 ഡൊമൈനിലാക്കിയിട്ട്, ഒന്ന് അതിന്റെ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും, മറ്റൊന്ന് പ്യൂർലി മാർക്കറ്റിംഗ് ആക്ടിവിറ്റി. സെക്കൻഡ് വൺ ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ പെർഫോമൻസ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി. അത് തന്നെ 2 സെക്ടറായിട്ട്, ഒന്ന് എഡ്യൂക്കേഷനും രണ്ടാമതിന്റെ പെർഫോമൻസ് മാർക്കറ്റിംഗ്. ആൻഡ് തേർഡ് വൺ ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ആനിമേഷൻ ആൻഡ് അഡ്വാൻസ്ഡ്. ഇതൊക്കെ സർവീസ് ആണല്ലേ? സർവീസ്. ഓക്കെ. ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ നോളജ് ഉണ്ടാവില്ല. എനിക്ക് ഒരു ബ്രാൻഡ് റെഡിയാക്കണം, 10 വർഷം വർക്ക് ചെയ്യണം, ഞാൻ എവിടെയെങ്കിലും എത്തണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷേ പ്രോപ്പർ മെൻറ്റർ ഉണ്ടോ? മെൻറ്റർ ഇല്ല. അല്ല, സ്വന്തം ഞാൻ തന്നെയാണ്. മെൻറ്റർ ഇല്ലാതെ ലോകത്ത് ആരും വിജയിച്ചിട്ടില്ല. ഞാൻ വിജയിച്ചിട്ടില്ല, നിങ്ങളും വിജയിക്കില്ല. മെൻറ്റർ ഇല്ലാത്ത ഒരാൾ ലോകത്ത് വിജയിച്ചിട്ടില്ല. ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, ഫൈൻഡ് എ റൈറ്റ് മെൻറ്റർ ഹൂ അലൈൻ വിത്ത് യുവർ വാല്യൂസ് ആൻഡ് ഹൂ തിങ്സ് ബെറ്റർ ദാൻ യു. അതായത് BMW വരുന്ന ബിസിനസ്സുകാരന് ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ബൈക്കുമേലോ വരുന്ന ആരുണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായില്ല? അല്ലെങ്കിൽ ഓങ്ങളെ മെൻറ്റർ ചെയ്ത് അവൻ്റെ മൈൻഡ് സെറ്റിലേക്ക് ആരെ കൊണ്ടുപോകും? അവനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല, ബൈക്കുമേലൊരു മൈൻഡ് സെറ്റ് ആയിക്കോ നമ്മളെ കൊണ്ടുപോകും. പറഞ്ഞുതരാം നിങ്ങളെ ഓക്കെ. നമ്മളൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ 3-1 സാധനം നമ്മളെടുത്ത് ഉണ്ടാവണം. ഒന്നെങ്കിൽ നമ്മളെടുത്ത് റീറ്റെയിൽ ബ്രാൻഡ് വേണം. നിങ്ങൾ ട്രേഡർ ആണോ? റീറ്റെയിൽ ബ്രാൻഡ് ഉണ്ടായിക്കോളും. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഫാബ്രിക്സ് ട്രേഡ് ചെയ്യുന്നുണ്ട്, ഹോൾസെയിൽ എടുത്ത് ഇതാക്കി ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഈസ് ക്രിയേറ്റ് യുവർ ഓൺ ബ്രാൻഡ് ഇൻ ഫാബ്രിക്സ്. ഫോർ എക്സാമ്പിൾ അഡ്രസ്, ഫോർ എക്സാമ്പിൾ എസ്പാൻഷെ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി. ലൂയി ഫിലിപ്പ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി നിങ്ങളത്. ആ ട്രേഡിങ്, ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു എസ്പാൻഷയുടെ 100 ഔട്ട്ലെറ്റ് ഉണ്ട്. നിങ്ങളുടെ ട്രേഡിങ്ങിന് എന്ത് സംഭവിക്കും? 100 ഔട്ട്ലെറ്റ് എക്സ്പാൻഷൻ്റെ ഉണ്ട്. ട്രേഡിങ്ങിന് എന്ത് സംഭവിക്കും? വല്ല ഗുണമുണ്ടോ? ട്രേഡിംഗ് ബിസിനസ്സിന് വല്ല ഗുണമുണ്ടോ? ഒരാൾക്ക് 100 ഔട്ട്ലെറ്റ് ഉണ്ട്, അയാൾക്ക് ട്രേഡിംഗ് ബിസിനസ്സിന് വല്ല ഗുണമുണ്ടോന്ന്? എന്താ ഗുണം? നെസ്റ്റോന്റെ 136 ഔട്ട്ലെറ്റ് ഉണ്ടായിട്ടല്ലേ ജീപ്പാസ് നിറച്ച് കൊണ്ടുവരുന്ന സാധനം എവിടെ വെക്കും? മിനിമം സെയിൽ ഗ്യാരണ്ടീഡാ. എവിടെ? നമ്മുടെ ഔട്ട്ലെറ്റില്. നിങ്ങൾക്കൊരു ചെരുപ്പിന്റെ ബ്രാൻഡ് ഉണ്ട്, ആദ്യം ഉണ്ടാക്കേണ്ടത് എന്താണ്? നമ്മൾ ചെരുപ്പ് എല്ലാ ഷോപ്പുകളിലും കൊണ്ടുപോയി വെക്കല്ല വേണ്ടേ. ഇപ്പം ഞാൻ ഇന്നലെ ബഹ്റൈനിൽ നമ്മളൊരു ക്ലയൻ്റ് ഉണ്ട്, അവർ ഹൽവ വിൽക്കുന്ന ക്ലയൻ്റാണ്. ഹൽവ ബഹ്റൈനി ഹൽവ.
അവർക്ക് 40 ഔട്ട്ലെറ്റ്സ് ഉണ്ട് അക്രോസ് ബഹ്റൈൻ. ബേസിക്കലി അവരുടെ അടിസ്ഥാന ബിസിനസ് ഹൽവയുടെ ഫാക്ടറിയാണ്. ആദ്യം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ തന്നെ ഹൽവ ഉണ്ടാക്കി എല്ലാ ബക്കാലകളിലും കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് ബക്കാലകളിൽ അത് പൊടിയും പിടിച്ച് ഈച്ചിയും പാറി തണുത്ത് ആകെ പുഴും വെച്ച് നിൽക്കുന്നുണ്ടാവും എൻ്റെ ഹൽവ. അയാൾ പറഞ്ഞു ഞാൻ ഈ പരിപാടിക്കില്ല, ഞാൻ പ്ലാൻ മാറ്റാൻ പോവാ. എൻ്റെ ഹൽവ നല്ല ഹൽവയാണ്, അത് കിട്ടണമെങ്കിൽ എവിടെ വരണം? എൻ്റെ ഷോപ്പിൽ വരണം. എൻ്റെ ഷോപ്പിൽ വരണം. അത് ഞാൻ മര്യാദയ്ക്ക് AC ഒക്കെ ഇട്ട് മര്യാദയ്ക്ക് ഡിസ്പ്ലേ ചെയ്ത് ഭംഗിയിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടാവും. അത് കേടുവന്നാൽ ഞാൻ അടുത്തെറി വേറെ വെക്കും. എൻ്റെ ക്വാളിറ്റി, എൻ്റെ ആ ഒരു എന്താണ് പറയുക ആസ്തറ്റിക് ലുക്ക് എല്ലാം ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എൻ്റെ ഹൽവ തിന്നണോ എൻ്റെ ഷോപ്പിൽ വന്നോളി, ഷോപ്പ് നിങ്ങളെ നാട്ടിലില്ല, പറഞ്ഞോളി, ഞാൻ ഇട്ടുതരാം. അയാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അയാളുടെ പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കും? 40 ഔട്ട്ലെറ്റ് ഉണ്ടാകുമ്പോൾ ക്വാളിറ്റിക്ക് എന്ത് സംഭവിക്കും? ഗ്രോസ് പ്രോഫിറ്റിന് എന്ത് സംഭവിക്കും? സംഭവം അവിടെ അല്ല സംഭവിക്കുന്നത്. അയാൾ വളരുന്നതിലൊന്നുമല്ല. ദ പ്രോസസ് ഓഫ് ബിസിനസ് ഈസ് ഡെവലപ്പിംഗ്. വൺ ഓഫ് ദ ഓപ്ഷൻ ഈസ് എ റീറ്റെയിൽ ബ്രാൻഡ്. റീറ്റെയിൽ ബ്രാൻഡ് നിങ്ങൾ ട്രേഡിംഗ് ഇല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഗാർമെന്റ്സോ ഷൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീറ്റെയിൽ സാധനം തുടങ്ങുകയാണ്, സൂപ്പർ മാർക്കറ്റോ ഫാർമസിയോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഫാർമസിയാണ്. ഫാർമസി 1, 2, 3, 4, 5, 6, 7 ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് തന്നെ മനസ്സിലായി ഇനി വളരണമെങ്കിൽ ബേസിക്കലി ഫക്രുദ്ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നാട്ടുകാരൻ തുടങ്ങിയ കമ്പനിയാണ് കേട്ടോ നമ്മളെ ഫാർമസി, റുമാൻ ഫാർമസി എന്ന് പറയുന്നത്, പുത്തനത്താണിക്കാരൻ. അപ്പോൾ ഒരു 6 എണ്ണായപ്പോൾ മൂപ്പർക്ക് തന്നെ മനസ്സിലായി എന്ത്, ഇനി ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൊണ്ടത് ഇനി നെക്സ്റ്റ് എങ്ങനെ, പൈസ എവിടെ വരുന്നത്, എവിടെ പോകുന്നത് ഇതൊന്നും കാണുമല്ലോ. ഒരു സിസ്റ്റം പ്രോസസ്സ് ഇല്ലെങ്കിൽ സ്റ്റാഫ് കുറേ ആയി, കുറേ പർച്ചേസ്, കുറേ സെയിൽസ്, എല്ലാം ഒരു കൺസെപ്റ്റ് കിട്ടാത്ത പോലായി. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞത് ഇതിനെ വലുതാക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യത്തെ സ്റ്റെപ്പ് ഒരു മെൻറ്ററിങ് വേണമെന്നല്ല. അപ്പം അത് ഞാൻ പ്രോഗ്രാമിലുണ്ടായിരുന്നു, ജോർജിയയിൽ DP ഇമർഷനിലുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ഇരുന്നിട്ട് 10 വർഷത്തെ വിഷൻ സെറ്റ് ചെയ്തു. ഞങ്ങൾ 2035 വിഷൻ എന്ന് പറഞ്ഞാൽ 500 ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു ഫാർമസി ചെയിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ റീറ്റെയിൽ ബ്രാൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചായി ചർച്ച ചെയ്യുന്നത് കേട്ടോ. 3 ടൈപ്പ് ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതിലൊന്ന് റീറ്റെയിൽ ബ്രാൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു 500 ഔട്ട്ലെറ്റ്സ് 2035 ആകുമ്പോഴേക്ക് ഡെവലപ്പ് ആവണം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഇറങ്ങി. 2022 ഓഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങൾ വിഷൻ സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ 2025 എത്രയായി? ഓഗസ്റ്റായി. 3 വർഷം കഴിഞ്ഞു. വിഷൻ എക്സിക്യൂഷൻ 6 മാസം എടുത്തു. കാരണം 6 മാസം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ടായിരുന്നു. അന്ന് 7 ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ ഫണ്ടിങ് സ്ട്രാറ്റജി ഞങ്ങൾ ചൂസ് ചെയ്തത് ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു. അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഷെയർസ് വാങ്ങാം. കമ്പനിയിൽ 10 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ ഷെയർ, മിനിമം 1 ഷെയർ വാല്യൂ 10 ലക്ഷം ഇട്ടിട്ട് ഞങ്ങൾക്ക് ക്രൗഡ് ഫണ്ടിങ് ചെയ്തിരുന്നു. ആസ് ഓഫ് ടുഡേ വി ഹാവ് 27 ഔട്ട്ലെറ്റ്സ്, 7 to 27. അന്നത്തെ പേര് ഓരോ ഫാർമസിക്കും വേറെ വേറെ പേരായിരുന്നു. ബദർ ഫാർമസി, സലാമ ഫാർമസി, വേറെ വേറെ പേരുകളായിരുന്നു. അതൊക്കെ ഒഴിവാക്കി ഇപ്പം നമ്മൾ ഒറ്റ പേര് റുമാൻ എന്നുള്ള പേരിൽ ഒരു സിംഗിൾ ബ്രാൻഡിലേക്ക് അക്രോസ് UAE എല്ലായിടത്തും കാണുന്ന രീതിയിൽ, അപ്പോൾ അത് അജ്മാനിലുണ്ട്, ഷാർജയിലുണ്ട്, ഫുജൈറയിലുണ്ട്, ദിബയിലുണ്ട്, കുർഫോഖാനിലുണ്ട്, എല്ലായിടത്തുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത സ്റ്റേജ് ഞങ്ങൾക്ക് 27 ഔട്ട്ലെറ്റുകളുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 27 ഔട്ട്ലെറ്റുകൾ ഞങ്ങളെ സാധനം കൊണ്ടുപോയി വെക്കാനുണ്ട്. അടുത്തെന്ത് ചെയ്യണം? ഡൈവേഴ്സിഫിക്കേഷൻ. എന്ത് ചെയ്യണം? മീൻകട തുടങ്ങാൻ വേണ്ടി 27 ഔട്ട്ലെറ്റ് ഉണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും? മീൻകട തുടങ്ങരുത്, വെള്ളക്കമ്പനി തുടങ്ങരുത്. അതൊക്കെ പൊട്ടിയ കേസായിട്ട് പിന്നെ പ്രോഗ്രാമിൽ പറഞ്ഞു തന്നെ. മീൻകടയിൽ ഒരു 6 മില്യണും വെള്ളക്കമ്പനിയിൽ ഒരു 2.5 മില്യൺ ദിർഹംസും പോയി. തുടങ്ങരുത് ബൈ. ഞാൻ 5 കോടി നഷ്ടപ്പെട്ടിട്ടായി പറയണത്. തുടങ്ങരുത്. ഏത്? അറിയാത്ത പണി, കയ്യിൽ കായ് ഉണ്ടാകുമ്പോൾ അറിയാത്ത പണി തുടങ്ങരുത്. ഡൈവേഴ്സിഫിക്കേഷൻ വേണോ? ഈ ബിസിനസ്സിനെ സിനർജൈസ് ചെയ്യുന്ന ടൈപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ചെയ്യാം. 27 ഔട്ട്ലെറ്റ് ഉണ്ട്, നമുക്ക് സാധനം കൊണ്ടുപോയി വെക്കാൻ. എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ നടക്കട്ടെ. ട്രേഡിങ് തുടങ്ങി നിങ്ങൾ. സെൻട്രൽ പർച്ചേസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് 27 ഷോപ്പൊക്കെ 27 പർച്ചേസ് ചെയ്താൽ ഇപ്പോൾ അതിന് കഫ് സിറപ്പ് 1000 വാങ്ങി, അതിനൊരു മാർജിൻ കിട്ടും. കഫ് സിറപ്പ് നമ്മളൊരു 30,000 വാങ്ങുന്നു, അതിനാ മാർജിൻ കൂടുതൽ കിട്ടുക. 30,000 വാങ്ങുങ്ങൾ. 1000ത്തിന് മാർജിൻ അല്ലല്ലോ 30,000 കിട്ടുക. 30,000 നമ്മൾ ചങ്കിന് പിടിച്ച് വാങ്ങും. എന്തുകൊണ്ട്? ബൾക്കാണ്. ഓനെ ഇവിടെ പിടിച്ച് വാങ്ങും നമ്മൾ. എന്നിട്ട് അത് എവിടെ കൊണ്ടുവരിക? സെൻട്രൽ സിസ്റ്റത്തിൽ കൊണ്ടുവരിക. ഒരു 2%, 3%, 4% പ്രോഫിറ്റ് ഇട്ടിട്ട് എന്തായിക്കോളി? പേടിക്കണ്ട. ട്രേഡിങ് പുറത്ത് കൊടുക്കണ്ട. എവിടെ കൊടുത്താൽ മതി? നമ്മുടെ ഷോപ്പിൽ തന്നെ കൊണ്ടുവച്ചാൽ മതി. 30,000 കൊണ്ടുവയ്ക്കപ്പോൾ എന്താ പണി? ഓരോ ഷോപ്പിൽ 1000 ബോട്ടിൽ പോയി കൊണ്ടുവയ്ക്കും. എത്ര ദിവസം കൊണ്ട് തീരും? 1000 ബോട്ടിൽ എത്ര ദിവസം കൊണ്ട് ഒരു കഫ് സിറപ്പ്?
10 ദിവസം കൊണ്ട് തീരും. 10 ദിവസം കൊണ്ട് തീരും. ഒരു ഡൈവേഴ്സിഫിക്കേഷനായി, ഹോൾസെയിൽ ഡിവിഷനായി. ഹോൾസെയിൽ ഡിവിഷൻ്റെ ഓണർ ആരാ? ആ 27 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഫോണിൽ കളിക്കാൻ വന്ന കാര്യമായിട്ട് രാവിലെ തന്നെ നമ്മളൊരു സാധനം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും മുമ്പിലിരിക്കുന്ന ആളെന്നെ നമ്മളെ മൈൻഡ് വെക്കാതെ ഫോണിൽ കളിക്കും, നമ്മളെ മൂഡ് പോട്ടോ. ഇപ്പം നമ്മളോട് എത്തി. അടുത്ത ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മൾ മറ്റൊരാളെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മളെ ഷോപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ലേ? വേറെ ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങൾ പറയും. ഓൺ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചൈനയിൽ പോയിട്ട് കുറേ നെബുലൈസർ, കുറേ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നമുക്ക് ചിലവാകുന്നുണ്ട് റെഗുലറായിട്ട്. അപ്പോൾ ഒരു മിനിമം മന്ത്ലി 1000+ പ്രൊഡക്റ്റ് പോകുന്ന സാധനം ലിസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് 12 സാധനം 1000+ പീസ് മന്ത്ലി പോകും. ആ സാധനം മൊത്തം നമ്മൾ ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ 6 മാസത്തേക്കുള്ള ഓർഡർ ചെയ്ത് കൊണ്ടുവരാം. 5000 പീസ് നമ്മളെ പേരിൽ ലാബിൽ ചെയ്ത് അടിച്ച് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നു. അതെങ്ങോട്ട് ആഡ് ചെയ്യുക? ഫാർമസിക്കല്ല, അത് ഇങ്ങോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് മാർജിനിട്ട് അങ്ങോട്ട് കൊടുത്തു. അത് റെഡി ആയല്ലോ. പിന്നെ നമുക്ക് ഇനി നോക്കുക, കാൽഷ്യം പോണ്, വൈറ്റമിൻസ് പോണ്, പ്രോട്ടീൻ പോണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 14 പ്രൊഡക്റ്റ് 60 പ്രൊഡക്റ്റ് അങ്ങനെ പോകുന്നുണ്ട്. ഏകദേശം മാസത്തിലൊരു എന്താ പറയുക 1000, 2000, 5000 ഒക്കെ പീസ് പോകുന്ന അങ്ങനെ ഒരു 60 സാധനം ഉണ്ട്. എന്ത് ചെയ്യണം? ഞങ്ങൾ നേരെ സ്വീഡനിൽ പോയി, യൂറോപ്പിൽ പോയി. ഈ സാധനം ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. യൂറോപ്പിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് 50 റുപ്യ കിട്ടുന്ന സാധനം എവിടെ കിട്ടും? യൂറോപ്പിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു 10-12 റുപ്യ കിട്ടി. ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 20 റുപ്യ കിട്ടും. നമ്മളല്ലല്ലോ അതൊരു ഇമ്പോർട്ട് ചെയ്യുന്നത്, വേറെ ടീമല്ലേ, നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങല്ലേ. സോ വെൻ യു ഹാവ് എ വോള്യം 27 ഔട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ 50 ഔട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ 100 ഔട്ട്ലെറ്റ്സ് ഈ സാധനം ഉണ്ടാകുമ്പോൾ യു ഹാവ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ. അപ്പോൾ ഒരു ഭാഗത്ത് ഓൺ പ്രൊഡക്ട്സ് വരുന്നു. ഓൺ പ്രൊഡക്ട്സ് ഇപ്പോൾ പുറത്ത് കൊടുക്കണോ? അതെ, പുറത്തിപ്പോൾ കൊടുക്കണോ? നമ്മളെ ബ്രാൻഡ് തന്നെ പുറത്ത് കൊടുക്കണോ? ഇപ്പം കൊടുക്കരുത്. എന്തുകൊണ്ട്? നമ്മൾ ചെറിയ ഗ്രൂപ്പാ. ഒരാൾക്ക് 1 മില്യൻ്റെ സാധനം കൊടുത്ത് ഇവരൊന്നും കായ് തരൂല. എന്ത് തരൂല? നമ്മളെ സുഹൃത്തായതുകൊണ്ട് പറഞ്ഞാട്ടെ, മറ്റേ നിങ്ങളാരെയും പറഞ്ഞാൽ നിങ്ങളെ കൊല്ലും. ഓനാകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പൈസ തരൂല, ക്രെഡിറ്റ് പോകും. അപ്പോൾ നമ്മൾ താഴോട്ട് പോകും. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഈ 27 ഔട്ട്ലെറ്റ് ഉള്ളത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി ഫണ്ടിങ് സ്ട്രാറ്റജി മാറ്റാൻ പോവാ. ഇനി ക്രൗഡ് ഫണ്ടിങ് ഇല്ല. അടുത്ത ഫണ്ടിങ് സ്ട്രാറ്റജി എന്തായിരിക്കണം? ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ബ്രാൻഡായി, ക്രെഡിബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. UAE ഏത് സിറ്റിയിൽ നോക്കിയാലും നമ്മളെ ഫാർമസി ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ഞാൻ അടുത്ത പരിപാടി പറയും. ഇപ്പം തരൂല. വന്നു 50 മില്യൺ തരാറിന് വന്നു, തരൂല. പറയും. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരിങ്ങനെ വരും, അല്ല ഡോക്ടറെ ഫാർമസി ഇങ്ങനെ തുറക്കുന്നുണ്ട്, നമ്മളൊന്നും കൂട്ടണില്ല, അടുത്ത ഫാർമസി തുടങ്ങുമ്പോൾ നമ്മളെ കൂട്ടണ്ടിട്ടോ. ആളുകൾ വരൂലേ? പവർ ഓഫ് ബ്രാൻഡിങ്, പവർ ഓഫ് വിഷൻ, പവർ ഓഫ് ഗ്രോയിങ്, ക്രെഡിബിലിറ്റി ഓഫ് ദ ഓണേഴ്സ്. ഇതിൻ്റെ മുമ്പ് പൈസ പറ്റിച്ച ഓണർ ആവരുത്. എന്തുണ്ടാവില്ല? ഇതിൻ്റെ മുമ്പ് ബിസിനസ് പൊട്ടി ഓണർ ആവരുത്. ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. ക്രെഡിബിലിറ്റി ഓഫ് ദ ഓണർ, പവർ ഓഫ് ദ ബ്രാൻഡ്, പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്, നാച്ചർ ഓഫ് ബിസിനസ് ഒക്കെയാണ്. ആളുകൾ ഇങ്ങനെ വരും. അടുത്ത വിതിൻ ഫ്യൂ മന്ത്സ് 10 ഔട്ട്ലെറ്റ്. ഇത് അബ്ദുറഹ്മാൻക്കാ? നമ്മളെ കൂടെ ചൈനയ്ക്ക് ഉണ്ടായിരുന്നു. അടിപൊളി ബിസിനസ് മോഡലാവും പരുത്. വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ ചൊർക്ക് കൂടിയിട്ട് തിരിച്ചറിയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അടുത്ത മോഡൽ തുടങ്ങാം. 50% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, 50% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളി. ഷോപ്പ് നമ്മളതും നിങ്ങളതുമാണ്. ഏതേ നിങ്ങളതുള്ളൂ എന്നറിയോ? ഏതേ ഉള്ളൂ? റീറ്റെയിൽ ഔട്ട്ലെറ്റ്. ആ ഷോപ്പേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള 27 ഔട്ട്ലെറ്റ് ഞങ്ങളതാണ്. ഹോൾസെയിൽ ഡിവിഷനും ആരതാണ്? നിങ്ങൾ ബേജാറാണ്, നിങ്ങൾക്കുള്ള പ്രോഫിറ്റ് കിട്ടും. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രോഫിറ്റ് ആൾക്ക് കിട്ടും. ആ മിനിമം GP, മിനിമം NP നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെ നമ്മൾ ഫ്രാഞ്ചൈസി മോഡലാണ് വളർന്നത്. എത്ര എണ്ണം പോവാ? 100 എണ്ണം പോവാ? 200 പോവാ? ഒരു 100 എത്തുമ്പം അടുത്ത കളിയിലേക്ക് കടക്കണം. ബ്രാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സാണ് റീറ്റെയിൽ ബ്രാൻഡ് ഡെവലപ്മെൻ്റ് ആണ്. 100 എത്തുമ്പോൾ അടുത്ത കളിക്ക് കളിക്കണം. 100 എത്തുമ്പോൾ ഏകദേശം നമുക്കൊരു 300 കോടി, 400 കോടി, 500 കോടിയുടെ ഒരു വിറ്റുവരവ് വന്നിട്ടുണ്ടാവും. 500 കോടി വിറ്റുവരവുള്ള കമ്പനിയാണെങ്കിൽ നമുക്ക് ഇനി ഒറ്റക്ക് പോരാ. നമുക്ക് വലിയ ഒരു സിസ്റ്റം വേണം. ഒരു അസീം പ്രേംജിയെ വേണം, ഒരു അബുദാബി ഷെയ്ഖിനെ വേണം, ഒരു ഷാർജ ഷെയ്ഖിനെ വേണം, ഒരു ജോർദാൻ ബേസ്ഡ് ബില്യനെയറെ വേണം. അയാളുടെ അടുത്ത് പീപ്പിൾ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, പ്രോസസ് ഉണ്ട്, പൈസ ഉണ്ട്, പവർ ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെന്ത് ചെയ്യും?
ഏഞ്ചൽ കാലം കഴിഞ്ഞ് നമ്മൾ വളർന്നു. ഏഞ്ചൽ ഇപ്പോൾ വേണ്ട, ഏഞ്ചൽ തുടക്കത്തിലല്ലേ. നമ്മൾ ഒന്നെങ്കിലും ഒരു VC ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിൽ നല്ല മേഖലയിലോ അയാളുടെ കമ്പനി, അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഫേം നമ്മുടെ ഒരു 10 to 20% പർച്ചേസ് ചെയ്യട്ടെ. അപ്പോൾ എന്ത് സംഭവിക്കും? 2 കാര്യം നടക്കും. 500 കോടി കച്ചവടം ഉണ്ടെങ്കിൽ എത്ര വാല്യുവേഷൻ കിട്ടും നിങ്ങൾക്ക്? നല്ല ബ്രാൻഡ്, നല്ല GP, നല്ല NP ഒക്കെ ഉണ്ടെങ്കിൽ ബിറ്റ്വീൻ 5000 കിട്ടില്ല. ആക്രാന്തം പാടില്ല മോനെ. ഇവിടെ ലുലുവിന് വരെ 5 ഇരട്ടിയെ കിട്ടിയിട്ടുള്ളൂ. പ്ലീസ് ഒരു 4 ഇരട്ടി പിടിച്ചോളി. പക്ഷെ പ്രൊവൈഡഡ് ബൈ യു ഹാവ് എ വെരി സ്ട്രോങ് വിഷൻ ഫോർ നെക്സ്റ്റ് 5 years. ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത്, ഏറ്റവും വിലപിടിപ്പുള്ള സ്വർണമോ രത്നമോ ഒന്നുമല്ല. ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത് എ പവർഫുൾ വിഷൻ ആണ്. വിഷൻ വിറ്റുപോയ അത്രയും പൈസക്ക് ലോകത്ത് ഒരു സാധനവും വിറ്റുപോയിട്ടില്ല. വിഷൻ വിറ്റുപോയ പൈസക്ക് അത്രയും വിലക്ക്, അത്രയും വാല്യൂല് ഈ ലോകത്ത് ഒരു സാധനവും വിറ്റുപോയിട്ടില്ല. അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് വിഷൻ. ഒരു 2000 പിടിച്ചോളി. 2000 വെച്ച് നമ്മൾ 20% വിൽക്കുക. ഒരു അസീം പ്രേംജി വരട്ടെ. എന്ത് ചെയ്യാ പൈസ കൊണ്ട്? എത്ര കിട്ടും? എന്ത് ചെയ്യാം? എത്ര കിട്ടും? എന്ത് ചെയ്യാം? എത്ര കിട്ടും? 400 crores in your pocket. That is whose money? ആരാ പൈസയാ? കമ്പനിന്റെ പൈസ. whoever the director is, നിങ്ങളുടെ പൈസയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇപ്പൊ നമുക്ക് 100 ഔട്ട്ലെറ്റ് ഉണ്ട്, 500 കോടി കച്ചവടം ഉണ്ട്. അത് നമ്മൾ വാല്യുവേറ്റ് ചെയ്ത് 20% വിറ്റു. 400 കോടി ലിക്വിഡ് ക്യാഷ് കയ്യിൽ. ലിക്വിഡ് ക്യാഷ് ഫ്രം എ ബിഗ് ഗ്രൂപ്പ്. ഒരു 10,000 കോടി, 1,00,000 കോടി കയ്യിലുള്ള ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും, വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഇൻഫ്ലുവൻസും പവറും ഗവൺമെന്റൽ സപ്പോർട്ടും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ 400 കോടി വാങ്ങി. ഇനി ആ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ആ ഗ്രൂപ്പിന് എന്ത് ചെയ്യും? നമ്മളവിടെ നമ്മൾ വാങ്ങി, ഇനി ഗ്രൂപ്പ് എന്ത് ചെയ്യും? അവര് നമുക്ക് അടുത്ത വിഷൻ, നമുക്ക് നമ്മുടെ വിഷനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ അവരെ CFOയും അവരുടെ ടീമും അവരുടെ സ്ട്രാറ്റജി ടീമും എല്ലാവരും വന്നിട്ട് നമുക്കറിയാത്ത കുറെ ബുദ്ധികൾ പറഞ്ഞു തരും. എന്നിട്ട് നമ്മുടെ 100 ഔട്ട്ലെറ്റ് ഇത് വെച്ച് നമുക്ക് അതിലാദ്യം ഒരു ചെയ്യേണ്ട പണി, ബിസിനസിന്റെ ഫസ്റ്റ് എക്സിറ്റ് പോയിന്റ് ആണത്. ആ 400 കോടിയിൽ 200 കോടി നിങ്ങൾ എന്താക്കി? കീശയിലിട്ട് പോയി. വാങ്ങിയേക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആർക്കും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കും ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ മുഖം കണ്ടിട്ട് ആകെ ഒരു സങ്കടമല്ല മാതിരിണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് പൈസ തരുന്ന കാര്യമല്ല പറയണേ, നിങ്ങളോട് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് എടുക്കുന്ന കാര്യമല്ലല്ലോ. വാങ്ങിയേക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അന്നോ ചിരിക്കങ്ങള്. ആർക്കും ബുദ്ധിമുട്ടുണ്ടോ വാങ്ങിയേക്കണോണ്ട്? അതാണ് നമ്മുടെ ബിസിനസ് ലൈഫിന്റെ ഫസ്റ്റ് സക്സസ്. ബിസിനസ് ലൈഫിന്റെ ഫസ്റ്റ് സക്സസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഖ്യ നമ്മളെ കയ്യിൽ വരുന്നു. അതെന്ത് ചെയ്യണം എന്ന് അറിയണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം പോകും. ഞാൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആ വന്ന കായ് എന്ത് ചെയ്യണം എന്ന് ഇപ്പം പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾ വീണ വഴി കാണൂല. കേരളത്തിലെ 90% ബിസിനസ്മാരും കയ്യിൽ പൈസ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു നോക്കി. ഞാൻ നിരന്തരം നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യക്കാർ മാറ്റി നിർത്താം, എസ്പെഷ്യലി മലയാളീസ്. നമുക്ക് സക്സസ് മാനേജ്മെന്റ് അറിയില്ല. കയ്യിൽ ക്യാഷ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിലേക്ക് തിരിച്ചു വരാം. അതൊന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നിട്ടില്ല, എന്നെ റിമൈൻഡ് ചെയ്യണ്ടേ. കയ്യിൽ ക്യാഷ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ബിസിനസ് ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഫേസിലൂടെ, വിഷനിലൂടെ കടന്നുപോയിട്ട് അങ്ങനെ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് വാങ്ങിയിട്ട് നമ്മൾ ബിസിനസ്സിൽ നിന്നും പാർഷ്യൽ 20% എക്സിറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്മാൻ അല്ല. We are not doing business. We are not developing a brand. We are just doing, എന്തായാലും പറയാ, നമ്മൾ മറ്റേ മലയാളം ഭാഷയിൽ പറയല്ലേ, പട്ടിപ്പണി എന്നൊക്കെ പറയല്ലേ, സെൽഫ് എംപ്ലോയ്മെന്റ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിസിനസ്സിൽ കുത്തിമറിഞ്ഞ് ആരോഗ്യമില്ല, ഫാമിലിയില്ല, പടച്ചോനുമില്ല, സമൂഹമില്ല, കല്യാണമില്ല, സമാധാനമില്ല, ഒന്നുമില്ല. അവസാനം മരിക്കാൻ സമയത്ത് ഒന്നും ബാക്കിയില്ല. കടങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, പ്രമേഹം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, കിഡ്നി ഫെയിലിയർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതല്ല ബിസിനസ്. തെറ്റിദ്ധരിക്കരുത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്വയം ജീവിതം ഒരു ആരുടെയോ കച്ചവടത്തിന് വേണ്ടിയും നെറ്റ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടും സ്വയം ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന പ്രോസസ്സാണ് ബിസിനസ് എന്ന് ചിന്തിക്കരുത്. അത് ചിന്തിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അതല്ല ബിസിനസ്. ബിസിനസ്സുകാരൻ 15 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ല. തുടക്കം ശരിയായ റെഡിയാവും. തുടക്കം ശരിയായിട്ടില്ല, അതാ പ്രശ്നം. അടുത്ത ഫേസ് 100 ഫാർമസി, 200 കോടിയുടെ ബാക്കി ഉണ്ടാകും. 200 കോടി നമ്മൾ എന്ത് ചെയ്യും? ഒരു അഭിപ്രായം പറയും. 200 കോടി ബാക്കിയുണ്ട്, എന്ത് ചെയ്യും?
നമ്മളെ പൈസ അല്ല, കമ്പനീൻ്റെ പൈസ. പകുതി നമ്മളെടുത്ത് പകുതി കമ്പനിയിൽ എന്ത് ചെയ്യും? അടക്കി ഇതൊന്ന് നമുക്ക് അടുത്ത വാല്യുവേഷൻ പിടിക്കണ്ടേ? 100 ഔട്ട്ലെറ്റേ ഉള്ളൂ. അടുത്ത പണി പറയും 200 കോടി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 200-100 ഔട്ട്ലെറ്റ് തുടങ്ങിക്കൂടെ? അടുത്ത 100 തുറക്കി. അതിനുള്ള ഫുൾ സപ്പോർട്ട് സിസ്റ്റം, ഫൈനാൻസ്, മോണിറ്ററിംഗ് ഒക്കെ ആര് തരും? നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പില്ലേ? അപ്പൊ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കള്ളപ്പടക്കാരനോട് ഇൻവെസ്റ്റ്മെന്റ് എടുക്കരുത്. ആരോടാ എടുക്കേണ്ടത്? ഒരു പ്രീമിയം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ലെഗസി ഉള്ള ഗ്രൂപ്പിനോട് എടുക്കണം. ആ ഗ്രൂപ്പിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ക്രെഡിബിലിറ്റിയും ഇൻഫ്ലുവൻസും ആണ് നമുക്ക് ആവശ്യം. എന്തല്ല അയാളുടെ പൈസ മാത്രമല്ല. ഈ പൈസ വെച്ചിട്ട് നമുക്ക് അടുത്ത 100 തുറക്കാം. അപ്പൊ നമുക്ക് ഏകദേശം 1000 കോടി കച്ചവടം ഉണ്ടാവും. ആ 1000 കോടി എത്തുമ്പോൾ അടുത്ത മൈൽ സ്റ്റോൺ ആണ്. ചിലപ്പോൾ 100-200 തുറന്നോളൂ നിങ്ങൾ. ഒരു 300 250 ഔട്ട്ലെറ്റ് ആയി അടുത്ത ഫേസ്. അപ്പൊ നമുക്കൊരു 200 അല്ലെങ്കിൽ 300 2000 പിടിക്കാം. വെറുതെ ഒരു ഉദാഹരണത്തിന് 2000 കോടി വിറ്റുവരവുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന നല്ല ഒരു ബ്രാൻഡായി ലൈഫ് ഫാർമസി പോലെ വ്യാപിച്ചു കിടക്കുന്ന ഒരു 500 ഔട്ട്ലെറ്റുകൾ. ഇപ്പം ലൈഫ് ഫാർമസിക്ക് ഇന്ന് 500 ഔട്ട്ലെറ്റുകളുണ്ട്. അതുപോലെ അതൊരു ഷാർജ ഷെയ്ഖ് ഇൻവെസ്റ്റ് ചെയ്തതേമാതിരി ഒരു പാർട്ണറായി വന്നതിന് ശേഷം അവർ വളർന്നതാണ്. ഈ 500 ഔട്ട്ലെറ്റുകളുള്ള എല്ലാ GCCയിലും പ്രസൻസ് ഉള്ള, ഇന്ത്യയിൽ പ്രസൻസ് ഉള്ള എല്ലായിടത്തും നമ്മൾ പേര് കണ്ടിട്ടില്ലേ? നിങ്ങൾ ലൈഫ് ഫാർമസി എന്നുള്ള പേര് കാണാത്തൊരു കൈപൊക്കിയ, ലൈഫ് ഫാർമസി എന്നുള്ള പേര് എവിടെയും കാണാത്തൊരു കൈപൊക്കിയ. കണ്ടില്ല? നടക്കുമ്പോൾ കണ്ണ് തുറക്കണം. ഫോണിൽ ഇങ്ങനെ നോക്കി നടന്നിട്ടാ. എല്ലായിടത്തും ഇല്ലേ സാധനം? 1000 കോടി പിടിച്ചോളി ഒരു രസത്തിനല്ലേ? 250 ഔട്ട്ലെറ്റ്, 1000 കോടി കച്ചവടം. അടുത്ത ഫണ്ടിങ് പ്രോസസ്സിലേക്ക്, അതായത് ഇപ്പൊ വന്ന ഗ്രൂപ്പില്ലേ, അത് ചിലപ്പോൾ ഒരു ലോക്കൽ, ഒരു ഉദാഹരണത്തിന് UAE വലിയ ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ സൗദിയിലെ വലിയ ഗ്രൂപ്പായിരിക്കും. നമുക്ക് എന്തുകൊണ്ട് സിലിക്കൺ വാലിയിലെ വലിയൊരു ഗ്രൂപ്പിനെ പിടിച്ചൂടാ? വേൾഡ് വൈഡ് വലിയൊരു ടീമിനെ പിടിച്ചൂടാ? ഒരു ഫേസ്ബുക്കിനെ പിടിച്ചൂടാ? ഒരു വാരൻ ബഫറ്റിനെ പിടിച്ചൂടാ? വലിയ ഗ്രൂപ്പില്ലേ ലോകത്ത്? അങ്ങനത്തെ ഒരു ഇന്റർനാഷണൽ ടോപ്പ് ടീം. ഇപ്പം ഫസ്റ്റ് ഹോമിൽ ആരാ ഇൻവെസ്റ്റ് ചെയ്ത്? ആമസോൺ. അങ്ങനത്തെ ഒരാളെ പിടിച്ചൂടാ നമുക്ക്? ഇറ്റ്സ് ഗുഡ് ടൈം. ദേ ഹാവ് ലോട്ട് ഓഫ് മണി. ചോദിച്ചു വരൂല. ആൻഡ് ആമസോണിൽ എത്ര സിസ്റ്റം വേറെ ആർക്കില്ലല്ലോ. വാരൻ ബഫറ്റിന് എത്ര സിസ്റ്റം വേറെ ആർക്കില്ലല്ലോ. ഫേസ്ബുക്കിന് എത്ര സിസ്റ്റം വേറെ ആർക്കില്ലല്ലോ. ഒരു ഉദാഹരണം വിചാരിക്കുക. ഇപ്പം ബൈജുവിന്റെ ബിസിനസ് മോഡൽ മാറ്റി നിർത്തിയാൽ, ഞാൻ ജസ്റ്റ് ഫോർ സൈക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫേസ്ബുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ബൈജൂസ് ഫോർ എക്സാമ്പിൾ. നമ്മൾ പിരിഞ്ഞു പോവാ. ഇപ്പം നിർത്തട്ടോ. നിങ്ങൾ എല്ലാവരും പ്രസംഗിക്കുന്നവരായിരിക്കും. സദസ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, സദസ്സിൻ്റെ റെസ്പോൺസ്, സദസ്സിൻ്റെ അച്ചടക്കം, സദസ്സിൻ്റെ ഫേസസ് എക്സ്പ്രഷൻ ഒക്കെയാണ് ആർക്ക് പ്രചോദനം നൽകുക? സ്പീക്കർക്ക് വിവരം ഉണ്ടായിട്ട് കാര്യമില്ല. അത് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും എനർജിയും ആറ്റിറ്റ്യൂഡും ആർക്ക് വേണം? സദസ്സിനുണ്ടായാലേ സാധനം വരുള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അത് നിങ്ങളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ 4 ആൾ ഇങ്ങനെതായ എന്താവും? നമുക്കൊരു ഫ്ലോ ഉണ്ട് ഇതിൽ, ഒരു ഫ്ലോ ഉണ്ട്. അത് കിട്ടില്ല. പിന്നെയും കിളി പോയി. ഞാൻ അവിടെ എത്തിയേ. എൻ്റെ കിളി കളയിൽ നല്ല സാധനം വരും. തലേന്ന് കിളി കളയണ്ട, നിങ്ങൾക്കാ നഷ്ടം. അപ്പോൾ ഒരു അടുത്ത പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് നമ്മൾ വലിയ ഗ്രൂപ്പിനെ പിടിക്കണം. അതിനൊക്കെ നിങ്ങൾ ആരും ബേജാറാണ്ട. ബൈജുവിനെ ഇപ്പം എനിക്കല്ല, ആമസോണിനെ എനിക്കറിയില്ലല്ലോ, വാരൻ ബഫറ്റിനെ എനിക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ മറ്റേ ഫേസ്ബുക്കിന് എനിക്കറിയില്ല. നിങ്ങൾ ബേജാറാണ്ട. അതിനൊക്കെ ആരുണ്ട്? യു ഡോണ്ട് ഹാവ് ടു റീഇൻവെന്റ് ദ വീൽ. അതിനൊക്കെ ആരുണ്ട്? അതാത് സമയത്ത് നമ്മൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നു നിങ്ങളുടെ ഫണ്ടിങ് റെഡിനെസ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെന്റ് ആയിട്ട് പോയിട്ട് നമുക്ക് ഇത് കൺസൾട്ടിങ് ഫേമിന് കൊടുക്കാം. എന്തിന്റെ കൺസൾട്ടിങ് ഫേമിന്? ഫണ്ടിങ് കൺസൾട്ടൻസ് ഉണ്ട്. അവർക്ക് ചിലപ്പോൾ 3%, 4%, 5% കൊടുക്കേണ്ടി വരും. നോ പ്രോബ്ലം, ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. അതിനൊന്നും നമ്മൾ ബേജാറാവേ വേണ്ട. എല്ലാത്തിനും ലോകത്ത് ആളുണ്ട്. എല്ലാ ഫേസിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വെൽ നോളജബിൾ ആൻഡ് എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ആളുകൾ ലോകത്തുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അറിയുകയേ വേണ്ട. എനിക്കത് അറിയില്ലോ ചിന്തിക്കണ്ട. യു ഡോണ്ട് ഹാവ് ടു നോ. ആകെ വേണ്ടത് എന്താ അറിയോ? എനിക്ക് അവിടെ എത്ര എന്നുള്ള തലച്ചോറിന് വലുപ്പം വേണം. ഈ 1000 കോടി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കമ്പനിക്ക് 1000 കോടി കച്ചവടം ഉണ്ടാവും എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിന്തിക്കാനുള്ള വലിപ്പമില്ലാത്തതാണ് നമ്മളെ പ്രശ്നം.
1000 കോടി എന്ന് ചിന്തിക്കാനുള്ള വലിപ്പം നമ്മളെ തലച്ചോറിനില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ ഉണ്ടായാൽ നാളെ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനിയുടെ അടുത്ത 20% ആര് വാങ്ങും? ഫോർ എക്സാമ്പിൾ ആമസോൺ വാങ്ങും. അതിനുള്ള നമുക്ക് ഫണ്ടിങ് ഏജൻസികളെ നമ്മളിപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. ഇതിനൊക്കെ കുറെ സിസ്റ്റം ബിൽഡിങ്ങും പ്രോസസ് ബിൽഡിങ്ങും ബ്രാൻഡ് ബിൽഡിങ്ങും ബിസിനസ് ബിൽഡിങ്ങും വേണം കേട്ടോ. വെറുതെ കൊണ്ടുപോയാൽ കിട്ടൂല. സിസ്റ്റം ബിൽഡിംഗ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ERP ഉപയോഗിക്കുന്നത്, എത്ര സ്റ്റാഫ് ഉണ്ട്, സ്റ്റാഫിന്റെ പെർഫോമൻസ് എങ്ങനെ നോക്കുന്നു, ഫൈനാൻസിലെ CFO ഉണ്ട്, അയാളുടെ ക്രെഡിബിലിറ്റി എന്താണ്, അയാൾ ഇതിന്റെ മുമ്പ് എവിടെ വർക്ക് ചെയ്തത്, MDന്റെ ഹെൽത്ത് എന്താണ്, MDക്ക് പള്ള കൂടുതലുണ്ടോ. ഒരു ഉദാഹരണത്തിന് അസീം പ്രേംജി ID ഫ്രഷിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ECG ആരുടെ എടുക്കുക? നമ്മൾ മലയാളികൾ വലിയ പള്ളൊക്കെ ചാടി ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റിന് പോകും. ആരെങ്കിലും തരുമോ? ഇത്രയും വലിയ പള്ളിയും വെച്ച് ആരും ഇൻവെസ്റ്റ്മെന്റ് തരൂല. വേണമെങ്കിൽ ജിമ്മ് പോയിക്കോളി. എല്ലാ വിഷനും സെറ്റ് ചെയ്ത് 1000 കോടി പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് വേണമെന്നൊക്കെ പറഞ്ഞ് ഒക്കെ സെറ്റാക്കിയിട്ട് രാവിലെ കടന്നുറങ്ങിയിട്ട് കാര്യമില്ല. ഒരു നിങ്ങളെ ECG എടുക്കും, ത്രെഡ്മിൽ ടെസ്റ്റും ചെയ്യിപ്പിക്കും, നിങ്ങളുടെ കൊളസ്ട്രോളും ചെക്ക് ചെയ്യും, ഒക്കെ ചെക്ക് ചെയ്യും. ഇയാളെ കൊണ്ട് അടുത്ത 10 വർഷം ഈ ബിസിനസ് കൊണ്ട് നടക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്താവുള്ളൂ? നിങ്ങൾക്ക് പൈസ തരുള്ളൂ. നിങ്ങളെ മെന്റൽ ഹെൽത്ത് വരെ ചെക്ക് ചെയ്യും. ഇയാൾക്ക് വട്ടുണ്ടോന്ന് വരെ ചെക്ക് ചെയ്യും. അതിനൊക്കെ ഇയാളെ കണ്ടാലും ചുക്കുണ്ട്. ഇങ്ങനെ മതി, ഇങ്ങനെ മതി. എന്താ ചുള്ളല്ലേ നമ്മളെ ചങ്ങായാണ്. ഞങ്ങൾ പൊതുവേ അതാ മൂപ്പരിന്റെ ചങ്ങായാണ്. എന്തൊരു ചുരുക്ക കാണാൻ ഷാപ്ക. നമ്മളൊപ്പം നടക്കുന്നതൊക്കെ ഭയങ്കര ചുരുക്ക. അപ്പൊ അടുത്ത ഫണ്ടിങ് നമുക്ക് വലിയ ഗ്രൂപ്പിനെ വെച്ച് പിടിക്കാം. കണ്ണേറൊന്നും പറ്റൂല. ദിക്റ് ചൊല്ലിക്കോ. അപ്പോൾ ഒരു 1000 കോടിയുള്ള കമ്പനിയെ നമുക്കൊരു മേ ബി ഒരു 4000 5000 വാല്യുവേഷൻ ഇട്ടിട്ട് എന്ത് ചെയ്യാം? ഒരു 20% കൂടി വെക്കുക. ആ 20% ആരും കൂടി പങ്കാളിയാണ്. നേരത്തെ നമ്മളത് വാങ്ങിയ ആചാരില്ലേ? ഇപ്പോൾ ലുലുവിൻ്റെത്, പിന്നെ അബുദാബി ഷെയ്ക്ക് വാങ്ങിയതുപോലെ, മറ്റേ ലൈഫ് ഫാർമസിയുടേത്, പിന്നെ ഷെയ്ക്ക വാങ്ങിയതുപോലെ, നമ്മുടെ ID മുസ്തഫയുടേത് ആരും വാങ്ങിയ അസീം പ്രേംജി വാങ്ങിയതുപോലെ, ബൈജൂസിൻ്റെത്, ഫേസ്ബുക്ക് വാങ്ങിയതുപോലെ അവരും കൂടി പാർട്ട്ണർഷിപ്പുള്ള കമ്പനിയുടെ 20% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതിനാണ് അവർ നേരത്തെ എന്തിട്ടത്. നിങ്ങൾക്ക് നേരത്തെ 400 കോടി തന്നില്ലേ? ഈ ഡീലാണ്ട് നടക്കുമ്പോൾ 400 കോടി എന്താവും? ഒന്ന് കണക്കൂട്ടി നോക്കി. എത്ര ഇരട്ടി വളർന്ന്? നേരത്തെ വാല്യുവേഷൻ 1000 കോടിയായിരുന്നു. ഇപ്പോഴത്തെ വാല്യുവേഷൻ 5000 കോടി. ഫോർ എക്സാമ്പിൾ 5 ഇരട്ടി വളർന്നു, അല്ലെങ്കിൽ 4 ഇരട്ടി വളർന്നു. അതായത് 400 കോടി എന്തായി? 2000 കോടിയാണ്. അതാണ് ആ ബിസിനസ്. അതാണ് വാരൻ ബഫറ്റിന്റെ ബിസിനസ്. അതാണ് ബിസിനസ്. എത്ര കൊല്ലം കൊണ്ട്? 3 വർഷം കൊണ്ട്. എവിടെയാണ് 400 കോടി ഇറക്കിയാലും 3 വർഷം കൊണ്ട് അത് 2000 കോടി ആവുക, അല്ലെങ്കിൽ 1500 കോടി ആവുക? ദാറ്റ് ഈസ് ബിസിനസ്. ദ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്, ദ വിഷൻ ബിസിനസ്. തീർന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ 20% വിറ്റ് എത്ര കിട്ടും? 5000 കോടി 20% എത്ര? 1000 കോടി കിട്ടും. ഡോക്ടർ സലാമെ വാങ്ങിയക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഡോക്ടർ സലാമിന്റെ ഒച്ച കേട്ടോ അവിടുന്ന്. ഞാൻ കണ്ടിട്ടില്ല ഒച്ച കേട്ട്. വാങ്ങിയക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അതിലും 500 കോടി ആർക്കുള്ളതാണ്? കീശേട്ടനോട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. വേറെ പുതിയ പെര വെക്കാം, നമുക്ക് പ്രൈവറ്റ് ജെറ്റ് വാങ്ങാം, നമുക്ക് ദുബായിൽ വീട് വാങ്ങാം, നമുക്ക് ലണ്ടനിൽ വീട് വാങ്ങാം, നമുക്കൊരു 1000 എത്തിക്കുട്ടിയൊക്കെ വീട് വെച്ച് കൊടുക്കാം, ഒക്കെ ചെയ്യാം. അതിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. അടക്കിട്ടോ, സെഷൻ കഴിഞ്ഞിട്ട് ചെക്ക് തരാം. ഇപ്പൊ തന്നെ നീച്ചല്ലേ. ആ പൈസ കൊണ്ട് ബാക്കി 500 കോടി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്ലെറ്റുകൾ തുടങ്ങണം. അതിന്റെ കുറെ ഡൈവേഴ്സിഫിക്കേഷൻ എലമെന്റ് ഉണ്ടാവും. ഇപ്പം നെസ്റ്റോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ലുലുവിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ലുലുവിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ നോക്കി നിങ്ങൾ. അവർക്ക് ഇലക്ട്രോണിക്സ് ബ്രാൻഡ് ഉണ്ട്, എവിടെ വിൽക്കും? 250 ഔട്ട്ലെറ്റ് ഉണ്ട്. അവർക്ക് ഗാർമെന്റ് ബ്രാൻഡ് ഉണ്ട്, എവിടെ വിൽക്കും? അവരുടെ ഔട്ട്ലെറ്റിൽ. അവർക്ക് പൾസസ് ബ്രാൻഡ് ഉണ്ട്, എവിടെ വിൽക്കും? അവരുടെ ഔട്ട്ലെറ്റ്. അവർക്ക് എന്താ ബ്രാൻഡ് ഇല്ലാത്ത? മീറ്റ് ബിസിനസ് ഉണ്ട്, എവിടെ വിൽക്കും? അങ്ങനെ തുടങ്ങി പാരലല്ലി നമുക്ക് 50ഓളം ബിസിനസ് മോഡലുകൾ, ഒരു വലിയ ശൃംഖല, ഇതേപോലെ 200 ഔട്ട്ലെറ്റിന്റെ ഒരു ശൃംഖല നമുക്കുണ്ടെങ്കിൽ പാരലല്ലി 50ഓളം സബ് സൈഡ് ബിസിനസ്സുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്താൽ കൊണ്ടുവരാൻ പറ്റും. ഈ സബ് ബിസിനസ്സുകളില്ലേ, അതിന്റെ ഓണർ ആരാ? അസീം പ്രേംജി ആണോ? അസീം പ്രേംജി എവിടെ ഇൻവെസ്റ്റ് ചെയ്തേ? ദ കോർ ബിസിനസ്, ദിസ് വൺ. പക്ഷെ ഇവിടെയുള്ള ഗാർമെന്റ്സ് അതാരതാ? അത് നമ്മളത് പേര് പറയരുത്.
ഇവിടെയുള്ള ഇലക്ട്രോണിക്സ് ആരതാ? അത് നമ്മളത്. എന്നാൽ ഈ ഇലക്ട്രോണിക്സിന്റെ സാധനം എന്റെ ഷോപ്പിൽ കൊണ്ടുവന്ന് വെക്കണ്ടെന്ന് അസീം പ്രേംജി പറയോ? ഇല്ലല്ലോ. നമ്മളെല്ലാവരും കൂടി ഉള്ള ഒരു സംഭവം. പക്ഷെ ഇതിന്റെ ഓണർഷിപ്പ് ആർക്കില്ല? ഇപ്പൊ ലുലു റിയാലിറ്റീസ്, അതിന്റെ ഓണർഷിപ്പ് അത് ലുലു റിയാലിറ്റീസ് എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല? IPO പോയിട്ടില്ല. അത് ഇറ്റ്സ് എ ഡിഫറെന്റ് കമ്പനി. അപ്പൊ ഉള്ള പൈസ കൊണ്ട്, നമ്മുടെ ക്യാഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പനിയുടെ ക്യാഷ് കൊണ്ടല്ല, നമ്മുടെ ക്യാഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ എ ലോട്ട് ഓഫ് പാരലൽ ബിസിനസ്സസ് സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഒക്കെ മിനിമം കച്ചവടം ഉറപ്പാ. ഒന്നുമാണ്, നിങ്ങളൊരു ERP കമ്പനി തുടങ്ങി. ഈ IRP കമ്പനിക്ക് പോസ്റ്റ് മെഷീനും പോസ്റ്റിന്റെ മെഷീനും പോസ്റ്റിന്റെ സോഫ്റ്റ്വെയറും 250 ഔട്ട്ലെറ്റ് ഇൻറ്റു ഒരു ബില്ലിംഗ് കൗണ്ടറിൽ 15 കൗണ്ടർ എത്രണ്ണായി? വർഷത്തിൽ 3850 കൗണ്ടർ വിറ്റുപോയാൽ പോലെ എനിക്ക് ആ കമ്പനി വിജയിച്ചോ? ഒന്നും പുറത്തേക്ക് കളയരുത്, ഒക്കെ കൊളാമ്പിക്ക് തുപ്പാവും. ഒന്നും പുറത്തേക്ക് കളയരുത്, ഒക്കെ കൊളാമ്പിക്ക് തുപ്പണം. അതാണ് ബിസിനസ് എംപയർ എന്ന് പറയുന്ന സാധനം. എംപയർ കെട്ടിപ്പടുക്കണം. തീർന്നിട്ടില്ല, നിൽക്കി. ബിസിനസ് എംപയർ അവിടെ നിൽക്കട്ടെ. നമ്മളെ കോർ ബിസിനസ് ഉണ്ടല്ലോ, ഈ 200 ഔട്ട്ലെറ്റ് നമ്മൾ വളർന്ന് 500 1000 ഒക്കെ ആവും. സൗദിയിലെ നെഹ്ദി ഫാർമസി ഉണ്ട്. നെഹ്ദി ഫാർമസി എത്ര ഔട്ട്ലെറ്റ് ഉണ്ട്? അങ്ങാടി പറഞ്ഞാൽ മതി. എത്ര ഔട്ട്ലെറ്റ് ഉണ്ട്? റിയാദിൽ മാത്രം അവർക്ക് 500-ലധികം ഔട്ട്ലെറ്റ് ഉണ്ട്. ഇപ്പൊ ഏകദേശം 600-700 ഔട്ട്ലെറ്റ് ആയി. റിയാദിൽ മാത്രം, ഒരു സിറ്റിയിൽ മാത്രം 2000+ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. സ്റ്റിൽ ഗ്രോയിങ്. IPO പോയിട്ടില്ല ഇതുവരെ, സ്റ്റിൽ ഗ്രോയിങ്. നമ്മളിപ്പോഴും 8 ഫാർമസിയില്ല. നമ്മളെ നടത്തം കണ്ടാ വിചാരിച്ച നമ്മൾ യൂസുഫന്നാട്ടി ഉഷാറാണത്. എന്താ അഹങ്കാരം എന്നറിയാം. നമ്മൾ എവിടെ എത്തിയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല. നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ തുടക്കം പോലും കുറിച്ചിട്ടില്ല, ഒരു വിഷൻ പോലും സെറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ചിന്തിച്ചിട്ട് പോലും ഇപ്പോഴും നമ്മൾ വാട്സപ്പ് കളിച്ചോണ്ടിരിക്കുക. ഇത്രയും നല്ല $1 ബില്യൺ സാധനം പറഞ്ഞു തരുമ്പോഴും നമ്മൾ കച്ചവടം ചെയ്യാണ്. എടാ, ആ 200 റുപ്യ അവിടെ കൊടുക്കട്ടോ, ആ 250 വില കൊടുക്കട്ടോ, ആ 300, ഒരു മിനിറ്റ് മൂപ്പരത് കേട്ടില്ലെങ്കിൽ എന്താ, എനിക്കിപ്പോൾ ലാഭം കിട്ടിയ 200 റുപ്യാണ്. 200 റുപ്യ ലാഭം ഉണ്ടാക്കുകയാണ് നമ്മൾ ഇരുന്നിട്ട് ഇവിടെ വാട്സപ്പിൽ കളിച്ചിട്ട്. നമ്മളെ മൈൻഡ് പറ്റ ചെറുതാണ് വൈ. നിങ്ങൾ ആ മൂപ്പര മുഖത്ത് നോക്കി ചിരിച്ചത് ഞാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഒരിക്കൽ ഡീപ്പ് ഇമർഷൻ നടക്കാണ് ഇവിടെ ആലപ്പുഴ. അപ്പോൾ ഒരുത്ത ഇരുന്നിട്ട് ഇങ്ങനെ പെട്ടി മറിച്ചുണ്ട് പൈസ. അപ്പോൾ ഓൻ ഓരോ പെട്ടി പോകുമ്പോൾ ഓൻ 1000 റുപ്യ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൻ ഇങ്ങനെ ചിരിച്ചുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാടാ, നമ്മൾ 10 വർഷത്തെ വിഷനാ സെറ്റ് ചെയ്യണേ, ഇത് എനിക്കൊരു ഫോർച്യൂൺ കൊണ്ടുവരും, ഇത് എനിക്ക് ഒന്നും കൊണ്ടുവരില്ല. ഇത് പെട്ടി അങ്ങോട്ട്, പെട്ടിയാണ് മനസ്സിലായോ? പെട്ടി ഇങ്ങോട്ട് മറിച്ചാൽ എനിക്ക് 1000 കിട്ടിയാൽ എവിടെ എത്തൂല. ഒന്ന് ഇവിടെ ശ്രദ്ധിക്ക്, ഈ വിഷൻ ഒന്ന് വരക്ക്. ഡോക്ടർ നിങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടാ, ഞാൻ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 10 പെട്ടി മറിച്ചു അല്ലെങ്കിൽ 100 പെട്ടി മറിച്ചു, എൻ്റെ വരുമാനം എത്ര? പിന്നെ എനിക്ക് എന്തിനാ നിങ്ങൾ അൽക്കമ്മലെ, അത് നിങ്ങളെ തന്നെ വെച്ചാൽ മതി എന്നുള്ളതാണ് മൂപ്പര ആറ്റിറ്റ്യൂഡ്. എന്നോട് പറഞ്ഞില്ല എന്നുള്ളൂ. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോയി. മൂപ്പരൻ്റെ ഒരു ദിവസം വിളിക്കണേ, ഡോക്ടറെ ഒരു വലിയ പ്രശ്നത്തെ പറ്റി വെച്ച്. എന്താ വെച്ച്? സൗദിയിൽ നിന്ന് ലോറി പോയി, സാധനം കയറ്റി, അത് ഏതോ കള്ളന്മാരടിച്ചുകൊണ്ട് എന്ന് അവർ പറയണത് 25 മില്യൺ ദിറംസ് പോയി. എത്ര പോയി? ഇത് പാമ്പും കോണിയാ. 99 എത്തുമ്പോൾ എന്താവും? ഒറ്റ മുണുങ്ങലാ പാമ്പ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കരുത്. ഇപ്പൊ വാട്സപ്പിൽ വിൽക്കൽ ഇത് പറഞ്ഞ കേക്കി. അപ്പൊ മൊബൈൽ ഫോണൊക്കെ മാറ്റിച്ച് മാണ കേട്ടോളി. എൻ്റെ കിളി പിന്നെയും പോയി. ഓഡിയൻസ് റിസപ്റ്റീവ് അല്ല, അതാ പ്രശ്നം. ഇവിടെ BNI ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടത് ഹൗ ടു ലിസൺ, ഹൗ ടു ഫെസിലിറ്റേറ്റ് എ സ്പീക്കർ. വെരി ഇമ്പോർട്ടൻറ്റ്. ലോകത്തെ വേൾഡ് നമ്പർ 1 സ്പീക്കർ അങ്ങോട്ട് കൊണ്ടു നിർത്തിയാലും അയാളെ തലയിലുള്ള ബെസ്റ്റ് ആശയങ്ങൾ ഡെലിവറി ചെയ്യിപ്പിക്കാൻ അങ്ങ് കഴിയില്ല. ഇഫ് യു ആർ നോട്ട് ഹാവിങ് എ ലിസണിങ് മെന്റാലിറ്റി. ഐ നോ എവറിത്തിങ്, ഐ ആം ഭയങ്കര സംഭവം ഹേ, ഐ ആം കച്ചവടക്കാരൻ, യു നോ 5 crore ആനുവൽ കച്ചവടം. എൻ്റെ കയ്യിൽ ഇന്നവുണ്ട്. എൻ്റെ നാട്ടിൽ എത്ര ആക്കാ ഇന്നവുള്ളത്? എനിക്ക് 2 അട്ടി വീടുണ്ട്. എൻ്റെ കുടുംബത്തിൽ എത്ര ആക്കാ 2 അട്ടി വീടുള്ളത്? ഞാൻ റാഡോന്റെ വാച്ച് കെട്ടുണ്ട്. എൻ്റെ നാട്ടിൽ എത്ര ആക്കാ റാഡോന്റെ വാച്ച് ഉള്ളത്? എൻ്റെ നാട്ടിലെ ടോപ്പാ ഞാന്, എൻ്റെ കുടുംബത്തിലെ ടോപ്പാ ഞാന്. ഞാൻ ഭയങ്കര സംഭവം ഹേ. അൻ്റെത് എനിക്ക് കേൾക്കണ്ട, ഞാൻ ഭയങ്കര സംഭവം ഹേ. അല്ലേ? ആ കുപ്പായാണ് കഴിച്ചാളി.
ആ കുപ്പയാണ് കഴിച്ചാൽ ഇന്ന് എവിടെയെങ്കിലൊക്കെ എത്തും ജീവിതത്തിൽ. ഞാനൊരിക്കൽ ശ്രീലങ്കൻ ട്രിപ്പ് പോയിനി. ഞങ്ങൾ ട്രാവൽ ആൻഡ് ഗ്രോന്റെ ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് അയാളുടെ നെറ്റ്വർക്കിന്റെ നെറ്റ്വർത്താ. കഴിഞ്ഞ 10-17 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത് 22 മില്യൺ വ്യൂവേഴ്സും 10 ലക്ഷം കോണ്ടാക്റ്റുകളും 10,000 കസ്റ്റമേഴ്സും അതിൽ 1000 പ്രീമിയം കസ്റ്റമേഴ്സ് വിത്ത് മോർ ദാൻ 100 crore ആനുവൽ റവന്യൂ. ഞാൻ എന്ത് പ്രൊജക്ട് ലോഞ്ച് ചെയ്താലും ആ കുളത്തേക്ക് വറ്റാണ്ടിട്ടാൽ മതി. എന്താക്കാനേ നല്ല വെച്ചാണ് കേൾക്കുക. മറ്റേ നൂഡിൽ തൊള്ളയ്ക്ക് വെച്ച മതി ഉണ്ടാവും. നിങ്ങൾക്കുണ്ടോ? ഞാൻ ഭയങ്കര സംഭവം ഹേ, 10 കോടിക്ക കച്ചവടം ഹേ, ഇന്നവ കാർ ഹേ, BNI മെമ്പർ ഹേ, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വരുന്നുണ്ട്, ഒക്കെ ഉഷാറാണ്. പക്ഷെ നമ്മൾക്ക് ഒന്നുകൂടി വലുതാവാന്നേ. നമ്മളെല്ലാവരും 100 കോടി കച്ചവടക്കാരായി. മലപ്പുറം BNIക്ക് സെലിബ്രേറ്റ് ചെയ്തൂടെ? ഞങ്ങൾ BNIയിൽ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെത് 5 കോടി ഉള്ളായിരുന്നു. ഞങ്ങൾ ട്രെയിനിങ്ങുകളും സാധനങ്ങളും നിരന്തരം അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ഓവർ 5 years ഓഫ് പീരീഡ് ഓഫ് ടൈം ഞാൻ 100 കോടി ക്ലബിലെ മെമ്പറായി. എത്ര 100 കോടി ക്ലബ്ബ് വരും ഈ 5 വർഷം കൊണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന്? 100 കോടി ക്ലബ്ബ് കൈവക്കി. 100 കോടി ക്ലബ്ബ്, 100 crores ആനുവൽ റവന്യൂ. എടാ, നിങ്ങളോട് ഞാൻ തുടങ്ങാനും പണിയെടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനല്ല പറഞ്ഞേ. എല്ലാവർക്കും ഒന്ന് കൈവക്കി കൂടെ ചങ്ങായിമാരെ. നിങ്ങൾ പണിയെടുക്കണ്ട, ഉറങ്ങിയോളി. എൻ്റെ കളി പോയില്ല, ഈ വിഷയത്തിൽ പോയില്ല. എനിക്ക് സങ്കടം വന്നതാ. അപ്പോൾ ഒരു 200 ഔട്ട്ലെറ്റോ കഴിഞ്ഞ് നമ്മൾ ചിലപ്പം ശ്രീലങ്ക അതിനിടയ്ക്ക് ശ്രീലങ്കയിൽ ഞങ്ങളൊരു ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പിന് പോയി. അപ്പോൾ ഈ കിങ് സൗദി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വിചാരം ഞാൻ ടോപ്പാന്നേനി. കാരണം ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആർക്കാണ്? എനിക്കാണ്. എൻ്റെ കോളേജിൽ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും വലിയ ജോലിയുള്ള ആർക്കാണ്? എനിക്കാണ്. കിങ് സൗദി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യണ എല്ലാവരിലും ഏറ്റവും കൂടുതൽ സൈഡ് ബിസിനസ്സുള്ള ആർക്കാണ്? എനിക്കാണ്. ഞാൻ ടോപ്പല്ലേ? ഞാനൊക്കെ യൂണിവേഴ്സിറ്റി പോണ എന്താ അഹങ്കാരം എന്നറിയാം. എൻ്റെ ബോസൊക്കെ എന്നോട് ഒരു കാര്യം പറഞ്ഞ, നോ നോട്ട് പോസിബിൾ, സോറി, യു പിരിച്ചുവിടൽ, നോ പ്രോബ്ലം, ഐ ഹാവ് ബിസിനസ്, സോറി പ്ലീസ്, ഐ ഡോണ്ട് ഹാവ് ടൈം നൗ. ഫുൾ അഹങ്കാരം, ഫുൾ ആറ്റിറ്റ്യൂഡ്. അതെ, ഞാൻ ടോപ്പാണ്. അങ്ങനെ ഞങ്ങൾ ശ്രീലങ്കയിൽ പോയി ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക. ട്രാവൽ ആൻഡ് ഗ്രോന്റെ ട്രിപ്പ് ഞാനാ കൊണ്ടുപോകണം, ഞാൻ ലീഡ് ചെയ്യണം കേട്ടോ. ഓല ബിസിനസ് നന്നാക്കാൻ വേണ്ടി ഞാൻ പോയതാ ഓലപ്പോൾ. അപ്പം സ്മൈൽക്ക ഞാനും ചെറിയൊരു കച്ചവടമില്ലായിട്ട് ഇങ്ങനെ പോകുന്നു. 10-65 ഔട്ട്ലെറ്റ് ഉണ്ട്, ഒരു 500 മില്യൺ കച്ചവടം ഉണ്ട്. 500 മില്യൺ 1200 കോടി പഠിച്ചു വന്നു. അടുത്ത ആള് അല്ല, ഞാൻ ചെറിയൊരു പരിപാടി ഐറ്റിൻ്റെ. ഞങ്ങൾക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ 2000 കോടി കച്ചവടം. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, സാസ് മോഡലാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു വന്നപ്പോൾ 100ന്റെ താഴൊന്നും ആരില്ല. 100ന്റെ താഴെ ആരില്ല. നമ്മൾ പറയാൻ പറ്റുമോ? ഞാൻ വല്ല മൂടി വെച്ചേ. നമ്മളടുത്ത് എത്രയുള്ള നമുക്ക് പറയാൻ പറ്റുമോ? അന്നാ മനസ്സിലായത് എന്ത്, ലൈഫിൽ എവിടെ എത്തിയിട്ടില്ല എന്നും ആ ബസ്സിൽ ഏറ്റവും പാവം ഞാനാണെന്നും ഏറ്റവും മൊയന്ത ഞാനാണെന്നും ഏറ്റവും ദരിദ്രം ഞാനാണെന്നും. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടു, നമ്മുടെ മൈൻഡ് സെറ്റ് റിച്ച് ആണോ പൂർ ആണോ എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. അതിനെ കുറിച്ചാണ്. അത് എന്നെ കുറിച്ചാ. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർക്ക് ദാരിദ്ര്യമാണ്. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇപ്പോഴും ചിന്തിക്കുന്നത്, പെരി പോകുമ്പോൾ ഉമ്മ ഭയങ്കര സങ്കട. എന്താ സങ്കടം എന്നറിയോ? എൻ്റെ മനെ ഇണ്ണിയെ നമ്മളെ റേഷൻ കാർഡടാ BPL നിന്ന് മാറിയാട്ട് ഒരു APLക്ക് ആക്കി. ഇനിയിപ്പോൾ റേഷൻ പീടിയിൽ നിന്ന് അരിയും കിട്ടൂല, പഞ്ചാരയും കിട്ടൂല. ഉമ്മ ഭയങ്കര സങ്കടത്തിലാ. അതാണ് മലയാളി. എന്ത് റേഷൻ കാർഡ് APLക്കായ സങ്കടത്തിലാണ് എൻ്റെ അമ്മ. സത്യത്തിൽ ഞാനും. അങ്ങനെ റേഷൻ പീടിയിൽ നിന്ന് അരി കിട്ടി അതിനുകൊണ്ട് വെക്കുന്നൊരു തേങ്ങാച്ചോറുണ്ട്, അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അതിന് കിട്ടുന്നില്ല. അപ്പോൾ തക്കാളി വാങ്ങാൻ പോവാണ്. യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർക്ക് ദരിദ്രണ്ടേ. തക്കാളി വാങ്ങാൻ പോകുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു വയസ്സായ ആളുണ്ട്. അയാളിങ്ങനെ തക്കാളി വിൽക്കുന്നുണ്ട്. അയാളുടെ എത്ര തക്കാളിക്ക്? 50 റുപ്യ. എനിക്ക് 10 റുപ്യ സേവ് ചെയ്യണ്ടേ? 10 റുപ്യ സേവ് ചെയ്യണ്ടേ? 5 കിലോ എടുക്കാം, 35-ന് തരികയാണെങ്കിൽ. ആ പാവം വൈകുന്നേരം വരെ നിന്നിട്ട് എന്തായില്ല? വിറ്റുപോയില്ല. ഇത് വിറ്റുപോയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇത് കേടും പോവും, അയാളുടെ ക്യാപിറ്റൽ പോവും. അപ്പൊ ഞാനെന്ന ക്രൂരന്, ഞാനെന്ന
ക്രൂരൻ ആ പാവത്തിന്റെ തക്കാളി അയാൾ വാങ്ങിയ 45-ന്, അയാൾ എനിക്ക് വിറ്റത് 35-ന്. ഞാൻ ഭയങ്കര സംഭവമാണ് ഭായി. ബാർഗെയിനിങ് ചെയ്ത് ഒരു വയസ്സായ 60 വയസ്സുള്ള ഒരു ദരിദ്രനായ ഒരു പാവമായ ഒരു നിസ്സഹായനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് അയാളോട് ബാർഗെയിൻ ചെയ്ത് 15 രൂപ ഉണ്ടാക്കി എന്നുള്ള അഹങ്കാരത്തിലാണ് ഞാൻ വീട്ടിലേക്ക്, എടിയോ നല്ല ലാഭത്തിൽ തക്കാളി കിട്ടിയ 5 കിലോ ഉണ്ട്, ഈ തക്കാളി ചമ്മന്തിയും തക്കാളി പേസ്റ്റും എല്ലാം ഉണ്ടാക്കിക്കോ എന്ന് പറയുന്നത്. ആ ദാരിദ്ര്യത്തിൽ എപ്പോഴും മലയാളി ഉള്ളത്. നമ്മളിപ്പോഴും ആ ദാരിദ്ര്യത്തിലുള്ള 1000 കോടി കടം നിൽക്കട്ടെ, നമുക്ക് 15 റുപ്യ അവിടെ നിന്ന് കിട്ടും. ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റിയ പണിയൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ എത്തിയ 500 ഔട്ട്ലെറ്റ് 200 കഴിഞ്ഞ്. നഗതി ഫാർമസി 2000 ഔട്ട്ലെറ്റ് ആണ്, ഇപ്പോഴും IPO പോയിട്ടില്ല. അപ്പൊ ഈ ഉള്ള പൈസ കൊണ്ട് പുതിയ വന്ന 500 കോടി കൊണ്ട് ഓർഗനൈസേഷനോട് പറയാനുള്ളത്, ഞാൻ അത് പറഞ്ഞിങ്ങനെ പോകും, അത് നിർത്താനാകുമ്പോൾ കൈവയ്ക്കാൻ മതി, ഞാൻ അപ്പം ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങോട്ട് നിർത്തി പോകും ചെയ്യും കേട്ടോ. നിങ്ങളെ സെഷനും ടൈമും ഞാൻ കവർന്നത് പറയുന്നത്, ടൈം ആകുമ്പോൾ എന്നോട് പറയണം. ആരാ അതിൻ്റെ ആള്? സമയം പറഞ്ഞു കേട്ടോ, ഞാൻ അതൊരു മൊബൈൽ മേലെ എത്തിക്കട്ടെ. IPO അടിച്ചിട്ടില്ലല്ലോ, അടിക്കണ്ടേ? ശരി, നിങ്ങളെങ്കിലും നമ്മളെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ കിട്ടിയ 500 കോടി കൊണ്ട് നമുക്ക് അടുത്ത ഔട്ട്ലെറ്റ്സ് തുറക്കാം. ചിലപ്പോൾ അത് 500 ഔട്ട്ലെറ്റോ 1000 ഔട്ട്ലെറ്റോ ഒക്കെ പോകാം. ഞാൻ റീറ്റെയിൽ ബ്രാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് മക്കളെ ഒരു വിക്കലുണ്ട്. അന്ന് ചിലപ്പോൾ നമ്മളെ കച്ചവടം ഒരു ഉദാഹരണത്തിന് 1000 കോടി, ഒരു 5000 കോടി വിറ്റുവരവുള്ള കമ്പനിക്കാരാണ്. എത്ര കോടി? ഇത് വലിയ സംഭവം നിങ്ങൾ വിചാരിച്ച്? ഞാൻ പറഞ്ഞുതരാം. ചിക്കിങ് എടുക്കാം. ചിക്കിങ് ഇപ്പൊ 336 ഔട്ട്ലെറ്റായി. നിങ്ങൾ നേരെ മലേഷ്യ പോവാം. മലേഷ്യയിൽ നേരെ അവിടുത്തെ ഒരു ലോക്കൽ പാർട്ട്ണറെ കാണാം. അങ്ങോട്ട് ഓനായിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കുക. എന്തിന്? എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ ടേസ്റ്റ്, എൻ്റെ സിസ്റ്റം, എൻ്റെ പ്രോസസ്സ്, അത് നീ എവിടെ റൺ ചെയ്തോ? മലേഷ്യയിൽ റൺ ചെയ്തോ? ഫ്രാഞ്ചൈസി ഫീ 51%, ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അൻ്റെത്, സിസ്റ്റം, പ്രോസസ്സ്, ട്രെയിനിങ്, ടേസ്റ്റ്, പ്രൊഡക്റ്റ് നമ്മളത്. എത്രണ്ണം തുറന്നോ? 100 തുറന്നോ? എവിടെ? എക്രോസ് മലേഷ്യ തുറന്നോ? അപ്പൊ ചിക്കിങ്ങിന് എത്ര ഔട്ട്ലെറ്റ് ആയി അഡീഷണല്? നേരെ അമേരിക്ക പോവാ. അമേരിക്കയിലെ ലോക്കൽ പാർട്ട്ണറെ കാണാം. എന്നിട്ട് അവന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡ്രൈവ് നടത്തുക. അമേരിക്കയുടെ കാനഡ ആൻഡ് അമേരിക്കന്റെ കോൺട്രാക്ട് ആർക്ക് കൊടുക്കുക? ആൾക്ക് കൊടുക്കുക. അയാൾ എന്ത് ചെയ്യട്ടെ? ഒരു 200 ഔട്ട്ലെറ്റ് അമേരിക്കയിലും കാനഡയിലും കൂടി തുടങ്ങട്ടെ. അതൊന്നും ആര് തുടങ്ങണ്ട? ഒരു സിസ്റ്റവും പ്രോസസ്സും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിച്ചത് എന്താ വെച്ചാൽ, പഠിച്ചവനെ രാവിലെ നീച്ച് വൈകുന്നേരം ആകുമ്പോഴത്തിന് 7 ഔട്ട്ലെറ്റിൽ തന്നെ കയറി തീരുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ 1000 ഔട്ട്ലെറ്റിൽ ഞാൻ തന്നെ വേണ്ട അവിടെ, ഞാൻ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ലല്ലോ. ഹേയ്, എന്റെ കണ്ണും കൈ എത്തിയില്ലെങ്കിൽ, കാര്യങ്ങളും ശരിയാവില്ല. 7 ഔട്ട്ലെറ്റിനെ കയറാൻ നേരം. അപ്പൊ ഇയാൾക്ക് പിരാന്താണ് കേട്ടോ. 1000 ഔട്ട്ലെറ്റിലൊക്കെ ഞാൻ എങ്ങനെ കയറി ഇറങ്ങുക? ഞാൻ അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ ശരിയാവുക? അല്ലേ സാറേ? ശരിയാവോ? നിങ്ങളെ കച്ചവടം എന്താ? ഇൻഷുറൻസ് ആണ്. നിങ്ങളല്ലേ തീരെ ശരിയാവില്ല. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ ഓടിപ്പോലുണ്ടോ? ആ ഇൻഷുറൻസ് അല്ലേ? എന്ത് ഇൻഷുറൻസാ? ഞാൻ IPOയിലേക്ക് വരാൻ എനിക്കൊരു തമാശ വരട്ടെ. ജോർജിയയിലെ ഡീപ് ഇമർഷൻ നടക്കാം. അപ്പോൾ ഓരോരുത്തരും അവരുടെ പഴയ പ്രണയങ്ങളും അതിപ്പോൾ എവിടെ ഉണ്ട് സെറ്റപ്പ് എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടത്തുക, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടിട്ട്, അല്ലാതെ വെറുതെ പഴയതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ പ്രണയം രാധയോടായിരുന്നു. രാധ എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര എന്തായാലും പറയാ, അയാളുടെ യുവത്വവും ഓജസ്സും തേജസ്സും ഒക്കെ തിരിച്ചു വരുന്ന രാധ. അങ്ങനെ ഇവർ വേറെ കല്യാണം കഴിഞ്ഞ്, ഓള് വേറെ കല്യാണം കഴിഞ്ഞ് പോയി. ഇവർ പറഞ്ഞു, ഡോക്ടറെ, കുറേ വർഷങ്ങൾക്ക് ശേഷം, അനക്ക് 40 വയസ്സായതിന് ശേഷം ഫേസ്ബുക്കിലൊരു മെസ്സേജ്, രാധൻ്റെ, എടാ അഞ്ഞി എവിടെയുള്ളതെന്ന്. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ ഞമ്മക്കൊന്ന് കണ്ടാലോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു പെണ്ണുങ്ങളും പോട്ട്, ഭാര്യയും പോട്ട്, കച്ചവടം പോട്ട്, എല്ലാം പോട്ടമായി. ആര് വരട്ട്? രാധ വരട്ട്. അങ്ങനെ ഒരു രണ്ടാളും ക്യാബിനുകളൊക്കെ സെറ്റ് ചെയ്ത ഒരു കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഓൻ പോയി ആദ്യം മുടിയൊന്ന് ഡൈ ചെയ്ത്, മുടിയൊന്ന് വെട്ടി. പെണ്ണുങ്ങളും ചോദിക്കുന്നത് അന്നില്ലാത്തൊരു മാറ്റം, ഡ്രസ്സല്ല എൻ്റെ മാതിരി കോട്ടെല്ലാം ഇട്ട്, മറ്റേ ലോക്കൽ നമ്മൾ മലയാളിൻ്റെ ഡ്രസ്സെല്ലാം പോവാം. ഇത് നല്ല എന്താ ഡ്രസ്സിങ്ങിനൊക്കെ ഒരു മാറ്റം, യുവാക്കളെ മാതിരിയുള്ള ഡ്രസ്സ്, മീശ കറുപ്പിക്കുന്നത്, മുടി കറുപ്പിക്കുന്നത്, ഷൂ ഒക്കെ ഭയങ്കര മോഡൽ ഷൂ, മൊത്തം ഒരു മാറ്റം. എന്നാ പ്രശ്നം എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ രാധനെ കാണാൻ പോയി.
വളരെ പ്രതീക്ഷയോടുകൂടി രാധാവിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്താ പരിപാടി? എന്താ, ഞാൻ ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചായയൊക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ച് പഴയ കഥകളൊക്കെ പറഞ്ഞ് രാധ ചോദിച്ച്, എന്നാൽ അനക്കൊരു ജീവൻ രക്ഷാ പോളിസി എടുക്കട്ടെ. ഓനത് വേണം, ഓനത് വേണം. മനസ്സിലായില്ല? ഓനത് വേണം. ഓന് കോട്ടെല്ലാം ഊരി എറിഞ്ഞ് ഓനുണ്ട് പൊരക്ക് വരുന്നു. അല്ല, കോട്ടെല്ലാം ഇടന്ന് വെച്ചു. കോട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഫുൾ സെറ്റപ്പ്. തമാശ പറഞ്ഞാട്ടോ. നിങ്ങളാരും ഒരു ജീവൻ രക്ഷാ പോളിസി എടുപ്പിച്ചില്ലേ? വണ്ടി കയറിക്കാ. അതെ, ഇപ്പൊ നമ്മളെടുത്ത് ചിലപ്പോൾ 500 1000 ഔട്ട്ലെറ്റ് ഉണ്ടാവും, വലിയ ടീമുണ്ടാവും, CFO ഉണ്ടാവും, CEO ഉണ്ടാവും, കൺസൾട്ടൻസി ഉണ്ടാവും, മെന്ററിങ് ഉണ്ടാവും. നമ്മൾ ആരുമല്ല കമ്പനിയിൽ. ആര് മാത്രമാണ്? നമ്മളൊരു ഫൗണ്ടർ മാത്രമാണ്. ഒരു വലിയ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള, എക്സ്പെർട്ടീസ് ആയിട്ടുള്ള വലിയൊരു ടീം നമ്മുടെ ബ്രാൻഡിനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ വളർച്ച മാസത്തിൽ ഒരിക്കൽ പോയിട്ട് ഡയറക്ടർ ബോർഡ് മീറ്റ് ചെയ്തിട്ട്, ഹലോ, വെരി ഗുഡ് ഈവനിങ് എവരി വൺ. ഇംഗ്ലീഷൊക്കെ പഠിക്കണം കേട്ടാ, നമ്മൾ വളരേണ്ടതല്ലേ. ജിമ്മിൽ പോകണം, ബോഡി സെറ്റാക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ആ ഒരു മാസത്തിൽ ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടുന്ന പണി മാത്രമേ ആർക്കുള്ളൂ? ഞമ്മക്കുള്ളൂ. എന്നിട്ട് എൻ്റെ മക്കളെ IPOയിൽ ഒരു അടി അടിക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് അടിച്ചില്ലേ? ജോസ് ആലുക്കാസ് അടിച്ചില്ലേ? V-Guard അടിച്ചില്ലേ? V-Guard ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡാണ് കേട്ടോ, റീറ്റെയിൽ ബ്രാൻഡ് അല്ല. എന്ത് ബ്രാൻഡാണ്? പ്രൊഡക്റ്റ് ബ്രാൻഡാണ്. ബൈജു ഒരു സർവീസ് ബ്രാൻഡാണ്. ബൈജു എന്തുകൊണ്ട് IPOയിൽ എത്തിയില്ല എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ചർച്ച ചെയ്യപ്പോൾ എനിക്ക് സമയമല്ല, വേറൊരു മണിക്കൂർ വേണം അതിന്. അപ്പൊ അതും വേണം പഠിക്കുക. അവരിനി എത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ബിസിനസ്സിൽ വളരുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ബ്രാൻഡ് ആവാം, റീറ്റെയിൽ ബ്രാൻഡ് ആവാം, സർവീസ് ബ്രാൻഡ് ആവാം, സാസ് ബ്രാൻഡ് ആവാം. സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇതും സർവീസ് ബ്രാൻഡാണ്. ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, വെദർ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ബ്രാൻഡ് കൈവെക്കൂ. എനി പ്രൊഡക്റ്റ് യു ഹാവ്, സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങളുടെ ബ്രാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബ്രാൻഡിൽ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത ബ്രാൻഡിൽ. എന്താ ബ്രാൻഡ് സാറേ പറയൂ? മസാഫി ടിഷ്യൂ ആണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്? വിഷൻ 2035 ഏതൊക്കെ രാജ്യങ്ങളിൽ കൊടുക്കും? അമേരിക്കയിൽ കൊടുക്കാനുള്ള ക്വാളിറ്റി ഉണ്ടായിന്? അല്ലെങ്കിൽ അതായത് നമ്മളിപ്പോൾ ചീരാപ്പ് പിടിച്ചോണ്ടാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. 2 ഓപ്ഷനാണല്ലോ, ഒന്നെങ്കിൽ ഇത് ഇങ്ങോട്ട് പറ്റുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് പറ്റുക. ഏതാ ഇപ്പം നിങ്ങളത്? 2 ഓപ്ഷനാണുള്ളത്. ഇത് ഇങ്ങോട്ട് പറ്റുന്ന സാധനം ഉണ്ടാക്കി എന്നിട്ട് നമുക്ക് GCC ക്വാളിറ്റി പഠിക്കി, അതിന്റെ റിക്വയർമെന്റ്സ് പഠിക്കി, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പഠിക്കി, എന്നിട്ട് നല്ല മാനുഫാക്ചറിങ് യൂണിറ്റ് ഇടി, എന്നിട്ട് അടിപൊളിയായിട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പിന്നെ GCCയിലേക്കൊക്കെ നിങ്ങളെ ബ്രാൻഡിൽ എക്സ്പോർട്ട് ചെയ്യും, അവരുടെ ബ്രാൻഡിലല്ല. ഡോണ്ട് ഡു വൈറ്റ് ലാബിലിംഗ്. നിങ്ങളുടെ ബ്രാൻഡിൽ എക്സ്പോർട്ട് ചെയ്യും. അടിപൊളി. എത്ര വയസ്സായി? മാഫി മുഷ്കില. KFC തുടങ്ങിയാൽ 64 വയസ്സായി എന്നുള്ള തോന്നൽ വരാൻ പാടില്ല. നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നണില്ല. അത്യാവശ്യം എല്ലാ കച്ചറികളിലും ഉണ്ട്. ആൾ ഉഷാറാ, മിടുക്കന, ആള് മിടുക്കന. മനസ്സിലായില്ലേ? അതെ, വലിയ കയ്യടിയാ. അല്ല ഭയ, നിങ്ങളെ കച്ചറക്കങ്ങളൊന്നും എല്ലാരോടും പറയണേ, സ്വന്തം കളിച്ചാ പോരെ. ഇവലൊക്കെ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണം ഉണ്ടല്ലോ. അപ്പോഴേ പഠിക്കണം ഈ വിഷയം. എന്ത് പഠിക്കണം? എനിക്ക് സമയപരിധി ഉണ്ട്, എല്ലാം കൂടി പറഞ്ഞെടുക്കാനുള്ള സമയമല്ല. ഒന്നെങ്കിൽ നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ബ്രാൻഡ് വേണം വിച്ച് എയിംസ് IPO, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു സർവീസ് ബ്രാൻഡ് വേണം വിച്ച് എയിംസ് IPO, അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് റീറ്റെയിൽ ബ്രാൻഡ് വിത്ത് എ ട്രേഡിംഗ് യൂണിറ്റ് വേണം വിത്ത് എൻ എയിം ഓഫ് IPO. അതിന് വേരിയസ് ഫേസസ് ഓഫ് പ്രോഫിറ്റുകൾ ഉണ്ട്. VC ഫണ്ടിങ് ഒരു പ്രോഫിറ്റ് ആണ്, പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് ഒരു പ്രോഫിറ്റ് ആണ്, ലെവൽ 2 പ്രൈവറ്റിംഗ് ഒക്കെ. നമ്മൾ 200 കോടി 500 കോടി എന്ത് ചെയ്യുന്നുണ്ട്? യൂസുഫ് അലിക്ക് ഇപ്പോൾ 15,000 കോടി പോക്കറ്റിലിട്ടില്ലേ? അതിൽ 7,500 കോടി റീഇൻവെസ്റ്റ് ചെയ്താലും ബാക്കി ആര് തന്നെയാണ്? കഴിഞ്ഞ 40 വർഷക്കാലം യൂസുഫ് അലി എന്ന് പറഞ്ഞ ഒരു പുരുഷായുസ് അധ്വാനിച്ചതിന്റെ ഫലം അയാൾക്ക് കിട്ടിയില്ലേ? ഇനി അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ നാട്ടിൽ മൊത്തം ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ വേണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ മൊത്തം വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കാം, നമ്മുടെ നാട്ടിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെന്ററുകൾ ഉണ്ടാക്കാം. മരിച്ചു പോകുമ്പോൾ
നമ്മൾ എത്ര ഉണ്ടാക്കി, നമുക്ക് വേണ്ടി ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളതല്ല ചിന്ത. നമ്മൾ മരിച്ചിട്ട് നമ്മുടെ പേര് ഏതൊക്കെ ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റാ. നമ്മളുണ്ടാക്കിയ ഹോസ്പിറ്റലുകൾ എത്ര, നമ്മളുണ്ടാക്കിയ സ്കൂളുകൾ എത്ര, നമ്മളുണ്ടാക്കിയ മദ്രസകൾ എത്ര, നമ്മളുണ്ടാക്കിയ പള്ളികൾ എത്ര, നമ്മൾ കുത്തിയ കിണറുകൾ എത്ര. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മുടെ മക്കൾ നമ്മളെ ബഹുമാനിക്കുക. നമ്മൾ ഏത് കാർ ഓട്ടി എന്നതിന്റെ പേരിലല്ല. ഈ സ്കൂളിന്റെ വാപ്പുണ്ടാക്കിയതാണ്, ആ സ്കൂളിന്റെ വല്യാപ്പുണ്ടാക്കിയതാണ്. ലെഗസി ഉണ്ടാക്കണം നമ്മൾ മരിച്ചു പോകുമ്പോൾ. സ്വന്തം മൈഷത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ജീവിത ആവശ്യത്തിന്, അതായത് ഇന്ന് വൈകുന്നേരം മത്തി വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യരുത്? പല ബിസിനസ്സുകാരും ആലോചിച്ചിന് ഓള് വിളിച്ച് പറയും, നിങ്ങൾ വരുമ്പോൾ മീൻ കൊണ്ടിട്ടെന്ന്. അല്ലടി മത്തി മതിയോ? മത്തിയെങ്കിൽ മത്തി, ഇന്ന് കച്ചവടം നടന്നിക്കില്ല വൈ. ഓൾ അയക്കുറ അതിഥി വന്നിട്ട് നിങ്ങൾ 2 ആഗോലി ഒരു 4 പീസ് അയക്കുറി വാങ്ങിയിട്ട് വരുമോ, ഉണ്ടെങ്കിൽ ഒരു 1 കിലോ ചെമ്മീനും കൂടി കൊണ്ടുവരുന്നത്. കണക്കൂട്ടി വെക്കുമ്പോൾ 1600, 750, 800 എല്ലാം കൂടി 2500. ഇന്ന് ആകെ കമ്പനിയിൽ കച്ചവടം നടന്ന 1500 ലാഭം അടക്കട്ടെ. അല്ല, 2500 കച്ചവടം നടന്നില്ലെങ്കിൽ നമുക്ക് മൊത്തം ക്യാപിറ്റൽ അടക്കം കൊണ്ട് മാറിയിട്ട് എന്താക്കാനോ? ഇത് അതുമല്ല, ഫണ്ട് ഫ്ലോ ഇല്ലടാ. അപ്പൊ സ്വന്തം മൈഷത്തിന് വേണ്ടി ആരും കച്ചവടം നടത്തരുത്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വേണ്ടിയുള്ളതല്ല. നമുക്ക് ജീവിക്കണം. നിങ്ങൾ ജോലി ചെയ്തോളി. 9 മണിക്ക് പോയാൽ മതി, 5 മണിക്ക് പെരേക്ക് വരാം, പെണ്ണുങ്ങളെ കൂടെ കളിക്കാം, കുട്ടികളെ കൂടെ കളിക്കാം. മറ്റേ പെണ്ണുങ്ങൾ മെനോപ്പോസ് ആകുമ്പോഴേ നമുക്ക് ഓർമ്മ വരാം, ഞാൻ ഒരു പെണ്ണ് കെട്ടീനു എന്ന്. ഒരു കാര്യമില്ല വൈ. എന്നിട്ട് അപ്പം വേറെ പെണ്ണെടുക്കാൻ നടക്കുക. അത് വേറെ പറഞ്ഞുതരാം. അപ്പോൾ ഓള് പറയാം, 10-25 കൊല്ലായിട്ട് ഞാൻ കാത്തുനിന്ന് ഞാനെല്ലാം കൂടി ഉണങ്ങി ഒതുങ്ങി മൂലക്കായപ്പോ മൂപ്പര് എന്താക്കണത്? ഓള് മറ്റേ 22 ഫീമെയിൽ കോട്ടയം ഒറ്റ മുറിയക്കാരം. എനിക്കില്ലാത്ത ആർക്കും വേണ്ടാറി. കുടുംബത്തിന്റെ കൂടെ കളിക്കുക, കുട്ടികളെ കൂടെ കളിക്കുക, സമൂഹത്തിനൊക്കെ ഒക്കെ ചെയ്യുക. ജോലി ചെയ്തോളി നിങ്ങൾ. ഞായറാഴ്ച ഒഴിവ് കിട്ടും, ക്രിസ്മസിന് ഒഴിവ് കിട്ടും, ഈദിന് ഒഴിവ് കിട്ടും, ഒക്കെ ഒഴിവ് കിട്ടും. അപ്പൊ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും സ്വന്തം വീടുണ്ടാക്കാനും കാർ വാങ്ങാനും ആരും എന്ത് ചെയ്യണ്ട? ബിസിനസ് ചെയ്യരുത്. അത് പ്രോസസ് അല്ല. ബിസിനസ് ഈസ് എ പ്രോസസ് ഓഫ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഒരു രാജ്യത്തിന്റെ പട്ടിണി മാറ്റുന്ന, ഒരു രാജ്യത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുന്ന, രാജ്യത്തിന്റെ ലോകത്തുള്ള ആളുകളുടെ ജനങ്ങളുടെ മൊത്തം എന്തായാലും പറയാം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സസ്റ്റൈനബിൾ പ്രോസസ് ആ ബിസിനസ്. ആചാര്യ മരിക്കുമ്പോൾ കമ്പനി പൂട്ടാൻ പാടില്ല. ആചാര്യ മരിച്ചാൽ അത് ആര് കൊണ്ടെടുക്കണം? ആമസോണിന്റെ സിസ്റ്റം അത് കൊണ്ടെടുക്കണം. നമ്മൾ IPO ലിസ്റ്റ് ചെയ്തിട്ട് IPO സെബി മോണിറ്റേർഡ് ആയിട്ട്, അല്ലെങ്കിൽ മറ്റേ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദുബായ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സൗദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് മോണിറ്റർ ആയിട്ട്, അല്ലെങ്കിൽ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, US സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവർ മോണിറ്റേർഡ് ബോർഡ് ആര് എന്ത് കൊണ്ടുനടക്കണം? നമ്മളെ ബിസിനസ്സിനെ കൊണ്ടുനടക്കണം. എന്നിട്ട് അതിൽ നിന്ന് കോടികളുടെ വരുമാനം വരണം. ആ വരുമാനം ആർക്ക് പോകണം? ഒക്കെ നമ്മളെ കുട്ടികൾക്ക് വേണോ? ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം, റുഖയ്യ ഫൗണ്ടേഷൻ. ആ ട്രസ്റ്റിന്റെ കീഴിൽ യതീമുകൾക്ക് വീട് വെച്ചു കൊടുക്കണം, യതീമുകളെ പഠിപ്പിക്കണം. വിധവകൾക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് എംപവർമെന്റ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യണം. നമ്മൾ മരിച്ചാലും ആയിരക്കണക്കിന് യതീം കുടുംബങ്ങൾ എന്താവണം? നമ്മുടെ ട്രസ്റ്റിലൂടെ, നമ്മളുണ്ടാക്കിയ ബിസിനസ് ലെഗസിയിലൂടെ വളർന്നു വരണം. ഖബറിൽ കിടക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. നാളെ മരിച്ചു പോലെ സാറേ, അവിടെ കിടക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. കാരണം നമ്മൾ ചെയ്ത നന്മകൾ ഇങ്ങനെ പാറിപ്പാടി നല്ല നല്ല സുഗന്ധത്തോടു കൂടി നമ്മുടെ കുഴിയിലേക്ക് ഇങ്ങനെ വരും. ഭയങ്കര രസാ സംഭവത്തിന്. അല്ലാതെ കുറേ ഉണ്ടാക്കി, കുറേ കാറ് വാങ്ങി, ഞാൻ കള്ളിനൻ വാങ്ങി, ഇതാ കുനിഞ്ഞു നിൽക്കുന്ന കാറ്, ആ ഒരു സാധനമല്ലേ? ഇങ്ങനെ ഒരു ഇങ്ങോട്ട് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാം, ഞാൻ അത് വാങ്ങി. ഇന്നലെ ഞാനൊരു പ്രമുഖ ബിസിനസ്മാൻ്റെ പോസ്റ്റ് കണ്ടു. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായതിൻ്റെ പോസ്റ്റ്. അതിൻ്റെ താഴത്തെ കമൻറ്റ് വായിച്ചപ്പോൾ, ആർക്കും ഉപകാരമില്ലാത്ത നിങ്ങൾ എന്ത് നേടിയാൽ ഞമ്മക്കെന്താ? അതിൻ്റെ താഴെ 800 കമൻ്റ് ഉണ്ട്. 800 കമൻറ്റ്. ഒരു പൂച്ചക്കോ പട്ടിക്കോ പറവക്കോ പള്ളിക്കോ അമ്പലത്തിനോ ഇടവകക്കോ ആർക്കും ഒരു ഉപകാരമില്ലാത്ത നിങ്ങൾക്ക് 59,000 കോടിയോ 60,000 കോടിയോ 70,000 കോടി ഉണ്ടായിട്ട് എന്താ കാര്യം? എടുത്തോണ്ട് പോടെ പോസ്റ്റ് എന്നാ താഴെ. അതുകൊണ്ട് കാര്യമില്ല. എനിക്ക് 5 മിനിറ്റ് കൂടി തരണം, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ. എന്തുകൊണ്ട് നമ്മൾ അവിടെ എത്തിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. പഠിക്കണം. ഒരാൾ നിങ്ങളോട് പറയും, ഒരു IPOന്റെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ പോയിക്കോളി. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ആദ്യത്തെ ചോദ്യം എന്താ ചോദിക്കുക? ആദ്യത്തെ ചോദ്യം മറുപടി നിങ്ങൾ എന്താ ചോദിക്കുക? ഒരു ആഡ് കണ്ട് നിങ്ങൾ, ഹൗ ടു ടേക്ക് യുവർ ബിസിനസ് ടു IPO. നിങ്ങൾ ക്ലിക്ക് ഹൈ. ആദ്യത്തെ ചോദ്യം എന്താ ചോദിക്കുക നിങ്ങൾ? എത്ര ഫീസ് എത്ര? നിങ്ങൾ IPO എത്തൂല. മനസ്സിന് ദാരിദ്ര്യ. എന്റെ ബിസിനസ്സിനെ ഈ പ്രോഗ്രാം എങ്ങനെ IPO എത്തിക്കും?
അങ്ങനെ എത്തിയാൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? ഇപ്പോഴുള്ള 10 കോടിയുടെ 100 കോടിയുടെ കച്ചവടം എത്ര കോടിയിലെത്തും എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നില്ല. എനിക്കെന്ത് കിട്ടും നമ്മൾ ചോദിക്കുന്നില്ല. നമ്മൾ ആകെ ചോദിക്കണം എന്താണ്? ഫീസ് എത്ര? എന്നിട്ട് ഒരു കമന്റും കൂടി ഉണ്ട് അതിന്റെ മേലെ, എന്താ? ഡിസ്കൗണ്ട് തരുമോ? നിങ്ങൾ IPO അടിക്കണ്ടടാ. നിങ്ങൾ തക്കാളിക്ക് ഡിസ്കൗണ്ട് വെച്ച് നടന്നോളി, റേഷൻ പീടിയിൽ അരി വാങ്ങി നടന്നോളി. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഞാനും ഷിഹാബായും ഓസ്ട്രേലിയയിൽ ഒരു ട്രെയിനിങ്ങിന് പോയിരുന്നു. എങ്ങനെയാണ് സൈക്കോളജി, NLP, കോച്ചിങ്, ഇമോഷണൽ ഇന്റലിജൻസ്, ഈ സാധനങ്ങളെ കോർപ്പറേറ്റ് സൈക്കോളജിയിലേക്കും കോർപ്പറേറ്റ് പെർഫോമൻസിലേക്കും എങ്ങനെ കൊണ്ടുവരാമെന്ന് പഠിക്കാൻ വേണ്ടി 45 ദിവസം ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയി. നിന്ന് പ്രസംഗിച്ച് നിന്ന് എക്സസൈസ് ചെയ്യുന്ന പരിപാടിയാണ്. ഭയങ്കര റിഗറസ് ട്രെയിനിങ് ആയിരുന്നു. 20 ലക്ഷം രൂപ ഫീസായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? അതായത് അതിൻ്റെ മുമ്പ് ഞാൻ ആനുവൽ കോച്ചിങ്ങിന് ബില്ല് ചെയ്തിരുന്നത് 20 lakhs ആയിരുന്നു സൗദിയിൽ. അത് ഞാൻ 80 ലക്ഷം ആക്കി. ആകെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ 20 ലക്ഷം അല്ല. അത് ഒറ്റ ക്ലയന്റ് മുതൽ അതിന്റെ 4 ഇരട്ടി പിടിച്ചോളൂ നിങ്ങൾ. ഗ്രോ യുവർസെൽഫ്. നമുക്കൊരു വെർത്ത് ഉണ്ടാവില്ലേ? നമ്മൾ അവറിനൊരു വെർത്ത് ഉണ്ടാവും. അത് കൂട്ടണേ എന്ത് വേണം? പഠിക്ക്. ഇൻവെസ്റ്റ് ഇൻ യുവർ ലേണിംഗ് പ്രോസസ്. ആ ചങ്ങായി ഇപ്പൊ 27 ഫാർമസിയിൽ ചങ്ങായി ആകെ ഇൻവെസ്റ്റ് ചെയ്ത് എന്താണെന്നറിയോ? ഓനൊരിക്കൽ EP മെർഷനിൽ വന്നിരുന്നു ജോർജിയയിൽ. അവിടെ നിന്നാണ് അവൻ ഈ തല കിട്ടിയത്. 1.5 ലക്ഷം രൂപ ഫീസ് കൊടുത്തിരുന്നു അവന്. പക്ഷേ ഉള്ള ഫാർമസി 7-27 ആയത് 100 ആകും. 100 3 years ഉണ്ടാകും. ഈ ഇൻവെസ്റ്റഡ് ഇൻ ഹിംസെൽഫ്. ലേൺ. ഒന്നാമത്തത്. രണ്ടാമത്തത്, മനസ്സിന്റെ വലിപ്പം കൂട്ടണം. ഒരുമിച്ച് ചെലവഴിക്കുന്ന ആളുകളില്ലേ, നിങ്ങൾ ആരെ കൂടെ നിങ്ങൾ പറഞ്ഞു നോക്കി, എടാ ഞാൻ എൻ്റെ സാധനം അമേരിക്കയ്ക്കും പിന്നെ യൂറോപ്പൊക്കെ കയറ്റി അയക്കുന്ന്, നിങ്ങൾ എന്ന് യാത്ര പോകണം, നിങ്ങൾ ചായ കുടിക്കണ ചങ്ങായില്ലേ? ഒരു ഉദാഹരണത്തിന് ബീരാൻ എന്ന് പറയാ. ബീരാനോട് പറഞ്ഞു നോക്കി, ബീരാൻ എന്താ പ്രതികരിക്കുക? ബീരാന്റെ കൂടെ നീ ചായ കുടിക്കരുത്. ബീരാന്റെ കൂടെ ചായ കുടിച്ചാൽ ഓന്റെ ദാരിദ്ര്യങ്ങൾക്കും പകരും. Surround yourself with people who are successful than you. Surround yourself with people who think above you, not below you. പരിചാരകരെ കൊണ്ട് നടക്കരുത്. സാർ വരുങ്ക ഇരിക്കുങ്ക ചായ സാപ്പിടുങ്ക എന്ന് പറയുന്ന സെർവൻസിനെ കൊണ്ട് നടക്കരുത്. നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര സംഭവമായിருக்கு. നമുക്ക് തോന്നുകയാണ് ഞാൻ ഓനെ ഓട്ടോറിക്ഷയുള്ള എനിക്ക് എന്തുണ്ട്, എനിക്ക് മറ്റേ സ്വിഫ്റ്റ് കാറുണ്ട്. നമുക്ക് തോന്നുക ഓനെ ഓട്ടോറിക്ഷയുള്ള എനിക്ക് സ്വിഫ്റ്റ് കാറുണ്ട്. എയിം പ്രൈവറ്റ് ജെറ്റ്. Spend time with people who think about having a private jet. Is that clear? പിന്നെ ബിസിനസ്സിൽ ഇങ്ങനെ വളരുമ്പോൾ നമുക്ക് തോന്നും പണ്ട് കള്ളൊന്നും പ്രശ്നം ഇനി ഇപ്പം എൻ്റെ ഒരു പൈസ ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്തല്ല കള്ള് വലിയൊരു പ്രശ്നമല്ല. പണ്ട് മദ്രസയിൽ പോയിന കാലത്തൊക്കെ പെണ്ണുപിടുത്തം വലിയൊരു പ്രശ്നം ഇനി ആറാമേനി. ഇപ്പം എൻ്റെ ഒരു പൈസ ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്തല്ല അത് പഠിച്ചോ അത്ര സീരിയസ് ആകാൻ സാധ്യത അല്ല വിഷയത്തിൽ. കാരണം എൻ്റെ ഒരു പൈസ ഉണ്ടല്ലോ, ഞാൻ ഡൊണേഷനോ കൊടുക്കണ്ടല്ലോ. പണ്ടൊക്കെ ബാങ്കിൽ പലിശ വാങ്ങാന്ന് പറഞ്ഞത് ഇനി സബുൽ മുബാത്തിൽപ്പെട്ട സാധനം. ഇപ്പം എൻ്റെ ഒരു പൈസ ഒക്കെ ഉണ്ട്, ഞാൻ ഭയങ്കര സെറ്റപ്പാണല്ലോ, പഠിച്ചോ അങ്ങനെ ഒന്നും എൻ്റെ തല്ലൊന്നുമില്ല. ലേശം പലിശ ഒക്കെ എന്താകാം, പൈസ ഉണ്ടല്ലോ ഇപ്പോൾ ആയിക്കൂടെ. അപ്പം വിജയിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒക്കെ ഇച്ചിരി പൊടിയാകാം, ഇച്ചിരി ഡക്കിലാവാം, ഇച്ചിരി പെണ്ണാവാം, ഇച്ചിരി കഞ്ചാവാകാം, ഇച്ചിരി പലിശയാകാം, എല്ലാം ഇച്ചിരി ആകാം, ഇച്ചിരി അഹങ്കാരമാവാം അല്ലേ? തെങ്ങുമെന്നൊരു വീഴ്ച ഉണ്ടാവും മക്കളെ. നിങ്ങൾ വീണ ആരെയും പരിശോധിച്ചോളി. പിന്നെ നമുക്ക് വേറെ തോന്നലും കൂടി ഉണ്ട്. റീസെൻ്റ്ലി വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിൻ്റെ ആൾക്ക് തോന്നിയതാ. ഞാനിപ്പോൾ അത്യാവശ്യം പൈസയും എനർജിയും ഊർജവും വലിയ സമ്പത്തൊക്കെ ഉള്ള വലിയൊരാളാണല്ലോ. എൻ്റെ പെണ്ണുങ്ങൾ അത്ര അങ്ങോട്ട് പോരാ. അത് അന്ന് ഇത് സംഗതി പാളിക്കണോ അന്ന് ഇത് വിവരമില്ലാത്ത കാലത്ത് കെട്ടിയതല്ലേ. ഇപ്പത്തെ എൻ്റെ സ്റ്റാൻഡേർഡിന് ആരെ പറ്റൂല, ഓളെ പറ്റൂല, വേറെ പെണ്ണ് വേണം. നമ്മൾ കോർപ്പറേറ്റ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഓളങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയൊരു സാധനം വേണം, അങ്ങനെ ഒരുതി നടക്കാൻ പറ്റിയ. അതാണ് ചെല്ലി. സമാധാനം പോവും.
എടുക്കുന്ന ഡിസിഷൻ മുഴുവൻ തെറ്റും. മക്കൾ അടിച്ചു വരും. ഡയറക്ടർ ബോർഡിൽ എന്നും അടിയക്കാരം. വീട്ടിലൊരു സമാധാനം ഉണ്ടാവില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന് കിടപ്പിലാവും. കമ്പനി കൂത്തനെ പോകും. പാട്ടിക്കും പൂച്ചക്കും പെരിച്ചായിക്കും ഇല്ലാതാവും. നിങ്ങൾ തെരുവിൽ തണ്ടി നടക്കും. വേണ്ടാത്ത പണിക്ക് കണ്ട ഇനി വേണം കെട്ടിയോളി. നമുക്ക് തോന്നാണേ ഓള് പോരാന്ന്. ഓൾ ആ പാവം വന്ന് നമ്മൾ വന്നപ്പോൾ ആകെ മൂക്ക് ഒൽപ്പിച്ച് ഒരു ലുങ്കി കൊടുത്ത് ഒരു ഹോട്ടലിലെ സെഡ് ഇട്ട് ഇവിടെ ആകെ മഞ്ഞ കളറിലൊരു ബനിയനിട്ട് നടന്നീനെ നമ്മളെ എടുത്ത് കൊണ്ടുവന്ന് വളർത്തി ഡെറ്റിക്കേറ്റ്സ് പഠിപ്പിച്ച് ഭക്ഷണം തന്ന് ജിമ്മിൽ കൊണ്ടുപോയി ഉഷാറാക്കി കോട്ടിടിപ്പിച്ച് നമുക്ക് വേണ്ടി ആ പാവം ഉറക്കൊഴിച്ച് ഊണുമില്ല ഉറക്കമില്ലാതെ വളർത്തി നമ്മളാക്കിയപ്പോൾ നിങ്ങൾ കോട്ടും സൂട്ടും ഇട്ടിട്ട് നമ്മളൊരു 10 കോടി കച്ചവടം ഉണ്ടായപ്പോൾ നമുക്ക് തോന്നുന്നത് എന്ത്? ഓള് പോരാന്ന്. പാട്ടച്ചോൻ പൊറുക്കൂല. അങ്ങനെ വരെ 2 പെണ്ണിട്ടിട്ട് സമാധാനത്തിൽ ജീവിക്കണം ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? ഞാൻ 8000 ആളെ റിലേഷൻഷിപ്പ് കോച്ചിങ് ചെയ്തിട്ടുണ്ട്. 2 പെണ്ണിട്ടിട്ട് സമാധാനത്തിൽ ജീവിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 10000 ആളെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. 2 പെണ്ണിട്ടിട്ട് തൂഫാനായ ഒരു 100 ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുറിച്ചില്ലേ ചങ്ങാനെ കൊണ്ടില്ലേ? ആകെ പൈസ ഒക്കെ ഉണ്ടായാലും ആകെ വാങ്ങാനുള്ള ഒരു കാറ് ഒരു പെണ്ണുവാ. അത് ഈ ചങ്ങായി മുറിച്ച്. നമുക്ക് വേറെ പണിയെടുക്കാന്ന്. കൺക്ലൂഷൻ, ഒരിക്കൽ ദുബായിൽ ഒരു ബിസിനസ് കോച്ചിങ്ങിന് വേണ്ടി പോയപ്പോൾ CEO എന്നോട് പറഞ്ഞേ, കമ്പനിയൊക്കെ ഉഷാറാണ്, 1300 1400 എംപ്ലോയീസ് ഉണ്ട്, സംഗതി ഉഷാറായിട്ട് പോകുന്ന ഒരു 500 കോടി 600 കോടി കച്ചവടം ഉണ്ട്. പക്ഷെ രാവിലെ എണീക്കാൻ ഒരു മൂഡില്ല. രാവിലെ കച്ചവടമൊക്കെ മതി എന്നൊരു തോന്നൽ. കുറേ ആയിരത്തിൽ ഇങ്ങനെ കച്ചവടത്തിൽ ഇങ്ങനെ ആർക്കും വേണ്ടിയപ്പത് കുറേ ആയി. ഒരു മൂടുമില്ല. 12 മണി വരെ കടന്നുറങ്ങും, 1 മണി വരെ കടന്നുറങ്ങും. ഓഫീസിൽ പോകില്ല. ഓഫീസിൽ പോകണം. അപ്പം നമ്മൾ വലിയ കമ്പനിയല്ലേ, അവിടെ മാനേജർ ഉണ്ട്, CEO ഉണ്ട്, CFO ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ ഇപ്പം നമ്മൾ ഓഫീസിൽ പോകണം? മാസം കായ് കിട്ടണില്ലേ? നമുക്ക് കടന്നുറങ്ങാം. അവരിങ്ങനെ കടന്നുറങ്ങും. ഇങ്ങോട്ട് ഒരു 1 മണി 2 മണി ആകുമ്പോൾ എണീക്കും. എണീച്ചിട്ട് എന്ത് ചെയ്യും? കുളിക്കാൻ പോവും. എൻ്റെ അടുത്തേക്ക് വരാൻ കാരണം 2 ദിവസം കുളിക്കാൻ പോയപ്പോൾ മൂപ്പർക്ക് പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. ഒരു ദിവസം മൂപ്പർ എൻ്റെ ബാത്ത് നിറച്ചിട്ട് ഒട്ടക്കപ്പശി മുകടും പോലെ എന്താക്കി അയക്ക് മൂന്തട്ട് കടന്ന് ശ്വാസം മുട്ടിയപ്പോൾ അങ്ങോട്ട് നീച്ചും ചെയ്ത് മരിക്കാൻ ശ്രമിച്ചാണല്ലോ. നടന്നില്ല, ധൈര്യമല്ല. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ഉഷാറാക്കി. വള്ളത്തിനല്ല നീച്ചാൻ കഴിയുള്ളൂ. ബ്ലേഡ് എടുത്തൊന്ന് മുറിച്ചു നോക്കി. പക്ഷെ വേദന ആയപ്പോൾ മുറിച്ചല്ലെന്തില്ല, ഒരാഴല്ല. അതും പരാജയപ്പെട്ടു. അപ്പം ഇനി എങ്ങനെ മരിക്കാം എന്നറിയാനല്ല എൻ്റെ അടുത്ത് വന്നത്. ഇത് എന്താണ് എൻ്റെ പ്രശ്നം എന്നറിയാനാണ്. ഒരു ബിസിനസ്സുകാരന് ഒരു ഈസ്റ്റർലിൻ പാരഡോക്സ് എന്ന് പറയുന്ന ഫേസ് വരാനുണ്ട്. അതായത് ഇന്നത്തെ നിങ്ങളെ സ്വപ്നങ്ങളില്ലേ, ഇതെൻ്റെ കൺക്ലൂഷൻ വേർഡാ. ഇന്നത്തെ നിങ്ങളെ സ്വപ്നങ്ങളില്ലേ, വീട്, കാറ്, സമ്പത്ത്, ഇത് എല്ലാ സ്വപ്നങ്ങളും ഫുൾഫിൽ ആവുന്ന ഒരു ദിവസം വരും. അത് വിദൂരമല്ല. എസ്പെഷ്യലി വിഷൻ സെറ്റ് ചെയ്താൽ അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ, അതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു മനുഷ്യനായി നിങ്ങൾ മാറും. അപ്പം നിങ്ങൾക്ക് മരിക്കണം തോന്നുന്നു, എന്തിനാ ജീവിക്കേണ്ടതെന്നൊരു ഐഡിയ കിട്ടൂല. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എത്തിങ്ങാനിൽ പോയി നോക്കിനോ? അപ്പം എത്തിങ്ങാനൊക്കെ ഞങ്ങൾ ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ പോയി നോക്കിനോ? വൃദ്ധസദനങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഡയാലിസിസ് സെൻ്ററിൽ പോയി നോക്കിനോ? കുറേ യൂണിറ്റുകൾ ഞങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്യാൻസർ സെൻ്ററിൽ പോയി നോക്കിയിട്ടുണ്ടോ? ഞങ്ങളൊരു ക്യാൻസർ സെൻ്റർ നടത്തണനുണ്ട്, പക്ഷെ ഞാൻ പോയി നോക്കിയിട്ടില്ല. ഞാൻ ഇവിടെ ഉറങ്ങാണ്, പോയി നോക്കിയിട്ടില്ല. ഞാൻ മൂപ്പരെയും പിടിച്ച ഒരു ദിവസം ബംഗാളിലേക്കാണ് പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യലുണ്ട്. വളരെ പാവപ്പെട്ട ഗ്രാമങ്ങളായിരിക്കും. ചെറിയ വീടുകൾ, പുല്ലിട്ട മണ്ണിട്ട വീടുകളായിരിക്കും. ഒരു കുടവും പിടിച്ച് 4-5 കിലോമീറ്റർ നടക്കും വയസ്സായ അമ്മമാര്. എന്തിന്? അവിടെ എവിടെയെങ്കിലും പാടത്ത് ചളി ഊറി കിടക്കുന്ന ഒരു ചെറിയ ലേക്ക് ഉണ്ടാവും. അതിൽ കാലിത്ര പൂണ്ട് ഈ അമ്മമാർ ഈ കുടമായിട്ട് പോയിട്ട് അതിൻ്റെ നടുവിലുണ്ടാവും എന്ത്? ചളിവെള്ളം. അത് കുടത്തിൽ നിറക്കും, ചെറിയ ചിരട്ട കൊണ്ട് ഇങ്ങനെ മുക്കി ഒഴിച്ചിട്ട്. എന്നിട്ട് അത് പിടിച്ച് ഈ ചളിയും വാരി ഇവർ വീട്ടിലേക്ക് വീണ്ടും 4-5 കിലോമീറ്റർ നടന്നു വരിക. ഈ വെള്ളപ്പം കുടിക്കാൻ പറ്റുമോ? ഇത് ഇനി ഓവർനൈറ്റ് സെഡിമെന്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അതിൻ്റെ മേലോടം ഊറ്റിയിട്ട് ഈ അമ്മമാർ കുട്ടികൾക്ക് കൊടുക്കും. നമ്മളെ കേരളത്തിൽ നമ്മൾ ബീഫ് ഫ്രൈയോ തിന്നേണ്ടത്, പിന്നെ റോസ്റ്റോ തിന്നേണ്ടത്, കാട തിന്നേണ്ടത്, അയക്കൂര തിന്നേണ്ടത്, ആഗോലിയോ തിന്നേണ്ടത്, അൽഫാമോ തിന്നേണ്ടത്, മന്തിയോ തിന്നേണ്ടത്,
നിർത്തിപ്പൊരിച്ചോ തിന്നേണ്ടത്, കടത്തിപ്പൊരിച്ചോ തിന്നേണ്ടത് എന്ന് ആലോചിച്ച് കഷ്ടപ്പെടുന്ന അതേ രാജ്യത്തുള്ള കഥയാണ് ഞാൻ ഈ പറയണത്. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഇവിടെ എന്താണ് വെള്ളമല്ലേ എന്ന്. ഞാൻ പറഞ്ഞില്ല സാറേ. അപ്പം അതിനിപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് കിണർ കുത്തിയിട്ട് നമുക്കൊരു ടാങ്ക് ഉണ്ടാക്കാം. ആ ടാങ്കിന് ചുറ്റും നമുക്കൊരു പൈപ്പ് വെക്കാം. എന്നിട്ട് എല്ലാ കുടുംബങ്ങളും വന്ന് വെള്ളം എടുക്കട്ടെ. അതിന് എത്ര ചിലവാകും? ഏറി വന്ന 1 ലക്ഷം. അതിൽ കൂടുതലൊന്നും അവിടെ ചിലവാവില്ല. അയാൾ എന്നാ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞേ. ഞങ്ങൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആ വല്യമ്മമാർ, ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ നാട്ടിലെ വല്യമ്മമാരൊക്കെ വന്നിട്ട് ഇയാളെ മുമ്പിൽ അവർക്ക് ഇയാളെന്താണ് ഇപ്പോൾ? പടച്ചോനാണ്. അയാളുടെ മുമ്പിൽ കടന്ന് ആരാധിക്കാൻ അയാൾ അന്നാണ് മനുഷ്യനെ കാണുന്നത്. ദുബൈയിൽ വളർന്ന് ദുബൈയിൽ തന്നെ ജീവിച്ച് ദുബൈയിൽ കച്ചവടം ചെയ്ത് ദുബൈയിലെ സൗകര്യങ്ങൾ മാത്രം കണ്ട ആള്, ആത്മഹത്യക്ക് പോയ ആള് മനുഷ്യൻ എന്താണെന്ന് തിരിച്ചറിയുന്നത് അന്നാ. തിരിച്ചു വന്നതിന് ശേഷം അയാൾ പറഞ്ഞു എനിക്കൊരു വിഷൻ സെറ്റ് ചെയ്യണം. എൻ്റെ കച്ചവടം ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് കുറേ ഇതുപോലെ കിണറുകളും ഈ ഗ്രാമം ഞാൻ ഏറ്റെടുക്കാം. ഇവർക്ക് മൊത്തം ഞാൻ വീടുണ്ടാക്കി, ഒരു സ്കൂൾ ഉണ്ടാക്കി, ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനത്തെ കുറേ ഗ്രാമങ്ങൾ എനിക്ക് ചെയ്യണം. അതിന് വേണമെങ്കിൽ എന്ത് പോരാ? ഈ കച്ചവടം പോരാ. ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ മനുഷ്യൻ 100 കണക്കിന് വില്ലേജുകൾ ചെയ്തിട്ടുണ്ട്, 1000 കണക്കിന് കിണറുകൾ കുത്തിയിട്ടുണ്ട്, സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ശക്തമായ സാമൂഹ്യ ബോധം ഉണ്ടാക്കിയിട്ടേ വളരാവൂ. സാമൂഹ്യ ബോധം ഉണ്ടാക്കാതെ വളർന്നാൽ, കയ്യിൽ ഒരുപാട് പൈസ വന്നാൽ, ശരവണ ഭവൻ എന്ത് സംഭവിച്ചു? ഒരു ബ്രാൻഡിന്റെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ബ്രാൻഡുകൾ നശിച്ചു പോകാൻ കാരണം ആ ബിസിനസ്സുകാരൻ എന്ന വ്യക്തിക്ക് ഈസ്റ്റർലിൻ പാരഡോക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വരുന്നതാണ്. ഇനി അങ്ങോട്ട് എന്നെ സന്തോഷിപ്പിക്കാൻ എന്തിന് കഴിയില്ല? പൈസക്ക് കഴിയില്ല. അപ്പൊ എനിക്ക് സന്തോഷമില്ലാത്ത ഒരു മനുഷ്യനായി ഞാൻ മാറും. ഒന്നെങ്കിൽ ഞാൻ സന്തോഷത്തിന് വേണ്ടി കള്ളിലേക്ക് പോകും, അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടി ഞാൻ പെണ്ണിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ കഞ്ചാവിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ചൂതാട്ടത്തിലേക്ക് പോകും. അതല്ല, അല്ലെങ്കിൽ സന്തോഷം തീരെ കിട്ടാതെ ഞാൻ ആത്മഹത്യ ചെയ്യും. ജീവിക്കാൻ കഴിയില്ല. ജീവിതത്തിന് നമ്മുടെ ആയുസ് ഉണ്ടാവും 60 70 ആയുസ്. ആ ആയുസ് മുഴുവൻ നമ്മളെ കൊണ്ടുപോവുക പർപ്പസ് ഓഫ് ലൈഫ് മാത്രമാണ്. നമുക്ക് സമൂഹത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ എംപയർ ഉണ്ടല്ലോ, അത് മാത്രമേ നമ്മളെ ആയുസ് മുഴുവൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ മാനസികമായി തളർന്ന് വീണുപോകും. അപ്പൊ 1000 കോടിയുടെ കച്ചവടം പ്ലാൻ ചെയ്യുന്നതിന്റെ മേലെ ആദ്യം എന്ത് പ്ലാൻ ചെയ്യണം? ഞാൻ എന്തിനാ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നെന്നും, ഞാൻ എന്തിനാ കച്ചവടക്കാരനായതെന്നും, എൻ്റെ കച്ചവടം കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഞാൻ ഉണ്ടാക്കിയിട്ട് പോകുമെന്നും ശക്തമായ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് വിഷൻ സെറ്റ് ചെയ്യാവും. അല്ലാതെ വിഷൻ സെറ്റ് ചെയ്ത ജീവിതത്തിൽ പരാജയപ്പെടും എന്ന് മാത്രം പറഞ്ഞ് ഒരുപാട് പറയാനുണ്ട്. ബാക്കി പിന്നെ പറഞ്ഞുതരാം. കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ സന്തോഷം. ഇപ്പം നിങ്ങൾ ശരിയാക്കണം കേട്ടോ. ആദ്യം ഈ പ്രശ്നം ഇപ്പൊ കേൾക്കാൻ പഠിച്ചങ്ങൾ. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളി, സമയമുണ്ടെങ്കിൽ ചോദിച്ചോളി, സമയമുണ്ടെങ്കിൽ. സോ ഒരു വണ്ടർഫുൾ സെഷൻ നമുക്ക് വേണ്ടിയിട്ട് ലിമിറ്റഡ് സമയമാണെങ്കിലും ഡെലിവർ ചെയ്തിട്ടുണ്ട്. കോടികളുടെ നീക്കമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മുടെ BNI മലപ്പുറം റീജിയനിൽ നിന്ന് ഒരു IPO ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിലും എന്നോട് പറഞ്ഞോ. എനിക്ക് തോന്നുന്നതാണെങ്കിലും, കാരണം നമ്മൾ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ വിഷണറി ലീഡേഴ്സ് ആണ്. ഓൾറെഡി നമ്മൾ ഒരുപാട് അച്ചീവ്മെന്റ് ഉള്ള ആളുകളാണ് ഈ ഹൗസിൽ ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഗ്രീൻ മെമ്പേഴ്സ് ആണ്, നമ്മൾ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. സോ അതിനൊരു ആഡ് ഓൺ ആയിട്ടുള്ള കാര്യമാണ് സാർ നമുക്ക് ഡെലിവർ ചെയ്ത്. വണ്ടർഫുൾ സെഷൻ. നല്ലൊരു കഴിഞ്ഞു കൊടുക്കാം സാറിന്. സമയം ഓക്കെ, സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ നമുക്ക് കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സമയം പരിമിതമാണ്, നമുക്ക് ചോദിക്കാം. ഡീറ്റെയിലുള്ള കാര്യം നിങ്ങൾക്കറിയാം. സാറിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ സെഷൻസ് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട്. നമുക്കും സാറിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ യെസ് പ്ലീസ് ചോദിച്ചോളൂ. സാർ, നമ്മളിപ്പോ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ആസ് എ ബിസിനസ് ഓണർ നമ്മളൊരു പരിധി വരെ പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു തലം വരെ എത്തിക്കും. അപ്പൊ അതിന്റെ നെക്സ്റ്റ് തലത്തിലേക്ക് എത്തിക്കാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തന്നെ തോന്നും നമ്മൾ കുറച്ചുകൂടെ എന്തോ ആവണം, അല്ലെങ്കിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാൾ വേണം, നേരത്തെ പറഞ്ഞ പോലെ മെന്റർ വേണം. സോ പലപ്പോഴും നമ്മൾ മെന്ററിങ്ങിന്റെ സമയത്ത് നമ്മൾ ഈ പല ആഡുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരതിന് പോരാന്നുള്ള ഫീല് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സോ ഒരു പ്രോപ്പർ നല്ലൊരു മെന്ററെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ഒരു ലെവലിൽ എത്തിച്ച് അതിന് ഈ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പോലെ ആ ലെവലിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ബ്രീഫ് ആയിട്ട്. കുന്നിന്റെ മുകളിലേക്ക് പോകാനേ
ആദ്യം ചോദിക്കേണ്ടത് കുന്നിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവനോടാണ്. കുന്നിന്റെ മുകളിലേക്ക് പോകാൻ ആദ്യം ചോദിക്കേണ്ടത് കുന്ന് കയറി തിരിച്ചിറങ്ങി വരുന്നവനെ പറയുള്ളൂ. അപ്പുറത്ത് ഒരു കുഴിയുണ്ട്, അവിടെ ചാടരുത്. അപ്പുറത്ത് പുലി ഇരിപ്പുണ്ട്, ശ്രദ്ധിക്കണം. അവിടെ ഒരു കരണ്ടിന്റെ വള്ളിയുണ്ട്, അത് ശ്രദ്ധിക്കണം. കുറച്ചങ്ങോട്ട് എത്തുമ്പം ദാഹിക്കും, വെള്ളം കയ്യിൽ കരുതിക്കോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടൂല, കരുതിക്കോ എന്ന് പറയാൻ ആര് വേണം? കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ വേണം. നമ്മൾ കുന്നിന്റെ മേലോട്ട് പോകുന്ന എന്തിനാ? നമ്മൾ നമ്മളെ ബിസിനസിന്റെ വിഷനും പർപ്പസും അച്ചീവ് ചെയ്യാനാ. ഓൻ കുന്നിന്റെ മേലേക്ക് പോയത് എന്തിനാ? ഓനെ കൊണ്ട് ചെറിയൊരു ഉപകാരം ഉണ്ടായി, പക്ഷെ ഒരു ഉപദ്രവം കൂടി പറഞ്ഞുതരാം. ഓൻ പോയത് എന്തിനാ? അവിടെ നല്ല ഇടുക്കി ഗോൾഡ് കിട്ടും, അതും തപ്പിപ്പോയതാ. അപ്പോൾ നിങ്ങൾക്ക് അതും പറഞ്ഞു തരും, എന്ത് കുറച്ചും കൂടി അങ്ങോട്ട് തന്നാൽ നല്ല ഇടുക്കി ഗോൾഡ് കിട്ടുന്നു. അപ്പൊ നിങ്ങൾ തൽക്കാലം ഇപ്പം എന്താക്കും? വിഷം കയറാ തേളിലകാനെ ഞാൻ ഇടുക്കി ഗോൾഡ്. അപ്പം യുവർ മെന്റർ ഷുഡ് ബി വാല്യൂ ഓറിയന്റഡ് ആൻഡ് വാല്യൂ അലൈൻഡ് പേഴ്സൺ. വാല്യൂ അലൈൻമെന്റ് മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് എങ്ങനെ ഭംഗിയായിട്ട് ബാങ്ക് ലോൺ എടുത്ത് ബിസിനസ് ചെയ്തിട്ട് ബാങ്ക് ലോണിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെ എന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു. പക്ഷെ നിങ്ങളുടെ അടിസ്ഥാന സോഫ്റ്റ്വെയറിൽ എന്തുണ്ട്? ബാങ്ക് ലോൺ പറ്റില്ല എന്നുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അയാളെ ക്ലാസ് കേൾക്കാൻ പോകരുത്. കേട്ട് നിങ്ങൾ എന്താവും? ബാങ്ക് ലോൺ എടുക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളെ മോൾ ഇരുന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നുണ്ടാവും, നിങ്ങളെ മുമ്പിൽ ഇരുന്നിട്ട്. 15 വയസ്സായ നിങ്ങളെ ഫാത്തിമ. അപ്പം നിങ്ങളെ ഉള്ളിൽ ഇയാൾ വിളിക്കും, എന്തേ നീ എന്തൊരു ചെറ്റയാടാ, എന്തേ ആ പലിശ വാങ്ങിയ ക്യാഷ് കൊണ്ടുണ്ടാക്കിയ സമ്പത്തല്ലേ എൻ്റെ മോള് തിന്നണത്, അന്നൊക്കെ എന്തിനു പറ്റൂടാ, ചത്തൂടാ എനിക്ക്. ആര് വിളിക്കും? സ്വത്തം വിളിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായോ? കുന്നിന്റെ മുകളിൽ ഓൾറെഡി കയറിയവനായിരിക്കണം, അവിടെ നമ്മളുടേതായിട്ടുള്ള ആവശ്യത്തിന് കയറിയവനായിരിക്കണം, ഇടുക്കി ഗോൾഡ് തപ്പി കയറിയവനാവരുത്. എന്നിട്ട് ഓരോ ഘട്ടത്തിലും മെന്ററെ ചേഞ്ച് ചെയ്യണം. ഒരുപക്ഷെ എനിക്ക് നിങ്ങളെ ഒരു 50 കോടിയിൽ നിന്നും 500 കോടിയിൽ എത്തിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ 500 കോടിയിൽ നിന്ന് മേലോട്ട് 2000 കോടിയിലേക്ക് എത്തണമെങ്കിൽ ആര് വേണം? വേറെ നിങ്ങൾ ടോണി റോബിൻസിനെ പിടിച്ചോളി ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ വേറൊരാളെ പിടിച്ചോളി. ഓരോ ഘട്ടത്തിൽ നമ്മൾ എത്തുമ്പോഴേക്കും അതിന്റെ മേലെ നിൽക്കണേ. അതായത് ആരാണ് ആമസോണിന് കോച്ചിങ് കൊടുക്കുന്നത്? ഒരു ഉദാഹരണത്തിന് നമ്മുടെ നെക്സ്റ്റ് ടൈം ആമസോൺ ലെവലാണ്. അങ്ങനെയാണെങ്കിൽ ആരെ പിടിക്കണം? ആരാണ് ആമസോണിന് കോച്ചിങ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് റോയൽ മാർട്ടിന്റെ മാതിരി ആയാൽ മതിയോ? എൻ്റെ കോച്ചിങ് എടുത്തോളി. 100 ഔട്ട്ലെറ്റ് മതിയോ? നെക്സ്റ്റോന്റെ മാതിരി ആയാൽ മതിയോ? എൻ്റെ കോച്ചിങ് എടുത്തോളി. റുമാൻ ഫാർമസ് 100 ഔട്ട്ലെറ്റ് 200 ഔട്ട്ലെറ്റ് അതൊക്കെ നമ്മളെ കോച്ചിങ് എടുത്തോളി. പക്ഷെ നിങ്ങൾക്ക് 1000 ഔട്ട്ലെറ്റ് വേണോ? നഗദി ഫാർമസിന്റെ മാതിരിയാണോ? എന്നെ പറ്റില്ല, എനിക്ക് ഞാൻ അതുവരെ ചെയ്തിട്ടില്ല, ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ വരാം. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ എവിടെയാണോ എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഓൾറെഡി എത്തിയ ആളുകൾക്ക് മെന്റർഷിപ്പ് ചെയ്ത് പരിചയമുള്ള ആളുടെ മെന്ററിങ് എടുക്കണം. മെന്ററിങ് എടുക്കാൻ അഹങ്കാരം, ഈഗോ വേണ്ട. അക്സെപ്റ്റ് ദ മെന്ററിങ്. പക്ഷേ തീരുമാനക്കാർ തന്നെ ആയിരിക്കണം, നിങ്ങൾ തന്നെ ആയിരിക്കണം. ലേൺ ആൻഡ് ഡെവലപ്പ്. ഫൈനൽ തീരുമാനം എപ്പോഴും നിങ്ങളതായിരിക്കണം. ആരും വന്ന് നിങ്ങളെ ബിസിനസ് നിങ്ങളെ പഠിപ്പിക്കാൻ പാടില്ല. നിങ്ങളെ ബിസിനസ് ആർക്കേ അറിയാവൂ? നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ എസ്പെഷ്യലി കോച്ചിങ് എന്ന് പറയുന്നത്, മോർ ദാൻ എ മെന്റർ ഐ ആം എ കോച്ച്. കോച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളിൽ ഒരു മിടുക്കനായ വ്യക്തി ഉണ്ടെന്ന് നമുക്കറിയാം. അതിനെ കൊണ്ട് ബെസ്റ്റ് ഓഫ് നിങ്ങളെ പെർഫോം ചെയ്യിപ്പിച്ച് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ആ പ്രോസസ്സിലൂടെ നിങ്ങളെ കൊണ്ടുപോകലാണ് എൻ്റെ പണി. നിങ്ങൾക്ക് ബിസിനസ് പറഞ്ഞു തരലല്ല. റോങ് ആളെടുത്ത് എത്തിപ്പെട്ടാൽ എന്താവും? പണി പാളും. യെസ്, ചുരുക്കി പറഞ്ഞതാ, അത് മതി.